രാത്രികാലങ്ങളിൽ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد، اتقوا الله عباد الله، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് സുന്നത്തും ബിദ്അത്തും എന്ന വിഷയം അവതരിപ്പിക്കാനാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സമയം കുറവ്. എന്നിരുന്നാലും നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ സമയത്തിനിടക്ക് നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യമായി പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പടച്ച തമ്പുരാൻ അവന്റെ പ്രവാചകന്മാർ മുഖേന ഈ ലോകത്തിന് പഠിപ്പിച്ച മതമാണ്. അതിൽ അംഗങ്ങളായി എന്നതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് നാം എല്ലാവരും. ഈ മതം മറ്റ് മതങ്ങളിൽ നിന്ന് വേർതിരിയുന്നത് ഇതിന്റെ ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയതല്ല, മറിച്ച് സർവശക്തനായ അല്ലാഹു തന്റെ പ്രവാചകന്മാർ മുഖേന പ്രബോധനം ചെയ്തതാണ് എന്നതുകൊണ്ടാണ്. അതിൽ അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 40 വയസ്സ് പൂർത്തിയായപ്പോൾ ഹിറ എന്ന് പറയുന്ന അഥവാ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതി കേൾപ്പിച്ച് പ്രവാചകർക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി. അത് മുതൽക്ക് ശേഷിച്ച 23 കൊല്ലക്കാലം കൊണ്ട്, അഥവാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ ഏറ്റുവാങ്ങുന്ന വരെയുള്ള സംഭവബഹുലമായ 23 കൊല്ലക്കാലങ്ങൾ കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവ കൊണ്ട് പഠിപ്പിച്ച ആശയാദർശങ്ങൾക്കാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ഈ മതത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി യാതൊന്നും കൂട്ടിയിട്ടില്ല. യാതൊന്നും അള്ളാഹുവിൽ നിന്നും ലഭിച്ചത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു വെച്ചിട്ടുമില്ല. അള്ളാഹുവിന്റെ റസൂൽ അഭിമുഖീകരിച്ചിരുന്ന സമൂഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം. ആ പ്രവാചകർ അഭിമുഖീകരിച്ചിരുന്നത് കല്ലുകളുടെ മുമ്പിൽ കുമ്പിടുന്ന, മരങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്ന, അതേപ്രകാരം കഴിഞ്ഞുപോയ
ആളുകളുടെ എന്തെങ്കിലും ആധാറുകൾ, അഥവാ അവർ ചവിട്ടിയ പലക, അവരിരുന്ന കല്ല് തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ എടുത്തുവെച്ച് അവയുടെ മുമ്പിൽ ആചാരങ്ങൾ അർപ്പിച്ചിരുന്ന ഒരു സമൂഹത്തെയായിരുന്നു. മനുഷ്യത്വം എന്താണെന്ന് അവരുടെ ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മതം പഠിപ്പിച്ച് ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റി. ആ മതം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് മാത്രമായി ഈ ലോകത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു തആല അത് അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിച്ചു. ലക്ഷക്കണക്കിന് സഹാബികൾ ഒരുമിച്ച് കൂടിയ അറഫ മൈതാനത്ത് വെച്ച് പടച്ച തമ്പുരാൻ ഈ മതത്തിന്റെ മഹത്വം അറിയിക്കുന്ന ആയത്ത് അവതരിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ മതം ഇസ്ലാമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥമൊതുങ്ങുന്ന ആയത്ത് ഓതിക്കേൾപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുന്നത്, ഈ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ, ആ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള ആചാരങ്ങൾ, ആ പ്രവാചകനിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ ആചാരങ്ങൾ, അതാണ് ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ എന്നാണ്. അത് അല്ലാഹു തആല സ്വീകരിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. ആ ദീൻ പൂർണ്ണവുമാണ്. ഇനി അത് പൂർത്തീകരിക്കേണ്ടതില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല, അതിൽ നിന്നൊന്നും ഒഴിവാക്കാനും പാടില്ല എന്ന് സർവശക്തനായ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു. ആ ദീൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അംഗങ്ങളൊതുങ്ങുന്ന ദീനാണ്. ലോകത്ത് ഒരു വ്യക്തിക്കും അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് വാർത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല ആ സഹാബികളെ പോലെ. ആ ദീൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഈ ലോകത്തോട് യാത്ര പറയുന്നതിന്റെ മുമ്പായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് വിശ്വാസപരമായോ കർമ്മപരമായോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് സംശയം വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് അന്വേഷിക്കാം, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ മനുഷ്യനാണ്, ഞാൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അഥവാ ഞാൻ മരിച്ചു പോവുക തന്നെ ചെയ്യും. ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് ആചരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് വ്യക്തമായ മാർഗങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ രണ്ട് കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്ത് നിങ്ങൾ പിഴച്ചു പോവുകയില്ല. അതെന്താണ്? ഒന്ന് കിതാബുല്ലാഹി, അല്ലാഹുവിന്റെ കിതാബ് അഥവാ പരിശുദ്ധ ഖുർആൻ, വസുന്നത്തു റസൂലിഹി, ആ റസൂലിന്റെ ചര്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്ത് നിങ്ങൾ പിഴച്ചു പോവുകയില്ല. ഏത് കാലത്ത് സത്യമായ മാർഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ സത്യത്തിൽ തന്നെയായിരിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് സുന്നത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ, അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന് ചര്യ, ജീവിത രീതി എന്നെല്ലാം അർത്ഥവും. ഭാഷയിൽ അത് പറയുമ്പോൾ മൊത്തത്തിൽ നല്ല മാതൃകകൾക്കും ചീത്ത മാതൃകകൾക്കും സുന്നത്തെന്ന് പറയാം. മതത്തിൽ അഥവാ
ദീനിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ സുന്നത്തെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വാക്കുകൾ, പ്രവൃത്തികൾ, അനുവാദം എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് സുന്നത്തെന്ന് പറയുന്നത്. ആ സുന്നത്ത് നബിയിൽ നിന്നും സ്ഥിരപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കൽ, അത് സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. മറ്റൊന്ന് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം നൂതനമായുണ്ടായത്, പുതുതായുണ്ടായത് എന്നെല്ലാമാണ്. മതത്തിൽ സാങ്കേതികമായി അതിന്റെ അർത്ഥം പ്രവാചകനിൽ നിന്നും മാതൃകയില്ലാത്ത ഒരു കാര്യം മതത്തിൽ നിർമ്മിച്ചുണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സുന്നത്ത്, ബിദ്അത്ത് രണ്ട് പദമാണ് ഈ വിഷയത്തിലുള്ളത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? നൂതനമായി ഉണ്ടായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. അപ്പൊ മൈക്ക് നബിയുടെ കാലത്തുണ്ടായിരുന്നോ? അത് ബിദ്അത്തല്ലേ? ടെലിവിഷൻ നബിയുടെ കാലത്തുണ്ടായിരുന്നോ? അത് ബിദ്അത്തല്ലേ? വാഷിംഗ് മെഷീൻ നബിയുടെ കാലത്തുണ്ടായിരുന്നോ? അത് ബിദ്അത്തല്ലേ? കാറ് നബിയുടെ കാലത്തുണ്ടായിരുന്നോ? ഇല്ല, അത് ബിദ്അത്തല്ലേ? അതൊക്കെ ബിദ്അത്ത. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളും ഞാനും ഒക്കെ ബിദ്അത്ത. നബിയുടെ ശേഷം ഉണ്ടായതാണല്ലോ. പുതുതായതുണ്ടായതൊക്കെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ബിദ്അത്താണ്. അല്ല, അതാണ് അല്ലാഹുവിന്റെ റസൂൽ വളരെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശമനുസരിച്ച് സംസാരിക്കുന്ന റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇച്ഛക്കൊത്ത് സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരങ്ങൾ അത്രയും പ്രവാചകനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമനുസരിച്ചാണ്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശമനുസരിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിസ്ലുഹു. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ വല്ലതും പുതുതായി ഉണ്ടാക്കിയാൽ, പുതുതായി നിർമ്മിച്ചാൽ, മൻ അഹദസ ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ, ഫീ അംരിനാ ഹാദാ നമ്മുടെ ഈ കാര്യത്തിൽ, ഈ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുകാര്യമല്ല, അല്ലെങ്കിൽ ആ നാട്ടുകാര്യമല്ല, പ്രവാചകൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യത്തിൽ, അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആരെങ്കിലും പുതുതായി വല്ലതും നിർമ്മിച്ചാൽ ബഹുപുറത്തുനിന്ന് തള്ളപ്പെടേണ്ടതാണ്. അതേ സമയത്ത് ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅംറുഹും ശൂറാ ബൈനഹും. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു അക്കാര്യം. അവരുടെ ഭൗതികമായ കാര്യങ്ങൾ അത് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. നടന്നിട്ടാണോ യാത്ര ചെയ്യേണ്ടത്? ഒട്ടകപ്പുറത്താണോ യാത്ര ചെയ്യേണ്ടത്? ജീപ്പിലാണോ യാത്ര ചെയ്യേണ്ടത്? പ്ലെയിനിലാണോ യാത്ര ചെയ്യേണ്ടത്? അത് ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് നാം ചിന്തിച്ചാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തവന് കൂലി കൂടുതലുണ്ടെന്നോ പ്ലെയിനിൽ യാത്ര ചെയ്തവന് കൂലി കുറവുണ്ടെന്നോ പറയാൻ നമുക്ക് അവകാശമില്ല. അത് സൗകര്യം അനുസരിച്ച് നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് ഭൗതികമായ കാര്യം, കേവലം ഭൗതിക കാര്യങ്ങളാണ്. മതത്തിന്റെ കാര്യത്തിലാണ്, അതായത് ഈ കാര്യം ഇങ്ങനെ ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി ആവശ്യമാണ്. ഉദാഹരണമായി ഒരാള് ഒരു ആചാരം ചെയ്യാം, ഒരു മൗലിദ് കഴിക്കാം. അത് കഴിക്കുമ്പോ ഈ മൗലിദ് കഴിക്കുന്നത് കൊണ്ട് എന്റെ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കഴിക്കരുത്. കാരണം അത്ര വ്യായാമമുള്ള കാര്യങ്ങളൊന്നും മൗലിദ് കഴിക്കലില്ലല്ലോ. അല്ലെങ്കിൽ അതുപോലെ കുറെ ആളുകളെ എനിക്ക് എന്റെ ഭാഗത്തേക്ക് കൂട്ടാൻ കഴിയും എന്ന ഭൗതികമായ കാര്യമല്ല മൗലിദ് കഴിക്കുന്ന ആൾ ഉദ്ദേശിക്കാതെ പതിവ്. മറിച്ച് ഇത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹപ്രകടനമാണ് എന്ന നിലക്കാണ്. സ്നേഹപ്രകടനം എന്ന് പറയുന്നത് ഇബാദത്താണ്. കാരണം ഓരോ മുസ്ലിമിന്റെയും വ്യക്തിപരമായ ബാധ്യത ആ റസൂലിനെ സ്നേഹിക്കുക എന്നത്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ, സന്താനങ്ങൾ, മറ്റു ലോകത്തിലുള്ള സർവത്ര മനുഷ്യരും, ആ മനുഷ്യരെക്കാളെല്ലാം ഞാൻ ആരിലേക്ക് സ്നേഹപ്പെട്ടവനായില്ലയോ ആ മനുഷ്യൻ പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തന്റെ പിതാവിനേക്കാൾ, തന്റെ സന്താനങ്ങളെക്കാൾ, ഭാര്യമാരെക്കാൾ, മറ്റു ലോകത്തിലുള്ള സർവത്ര മനുഷ്യരെക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ആ സ്നേഹപ്രകടനം ഇബാദത്താണ്. ആ ഇബാദത്ത് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ആരെങ്കിലും ആ ജന്മദിനം കൊണ്ടാടുകയോ മൗലിദ് കഴിക്കുകയോ മൗലിദ് ജാഥ നടത്തുകയോ ചെയ്യുന്നത്. അതിന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും മാതൃകയുണ്ടാവണം. ഇല്ലേ അതിന് ബിദ്അത്ത് എന്ന് തന്നെയാണ് ശറഇൽ അഥവാ ഇസ്ലാമിൽ, മതത്തിൽ പറയുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു സുന്നത്ത്, മഗ്‌രിബിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക, ഇശാഇന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുക, ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് അത് ചെയ്താൽ എനിക്ക് ആരോഗ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ടല്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഭൗതികമായ എന്റെ ശമ്പളത്തിൽ 10 രൂപ കൂടുതൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടല്ല, മറിച്ച് ഇത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ഒരു അമലാണ്. നാളെ പരലോകത്ത് മുഴുവൻ അമലുകളും തൂക്കുന്ന സമയത്ത് എന്റെ ഗുണത്തിന്റെ തുരാസ് മുന്തിയിരിക്കണം, ധനം തൂങ്ങിയിരിക്കണം, എങ്കിലേ അവിടെ രക്ഷയുള്ളൂ. ആരുടെ ഗുണത്തിന്റെ ഭാഗമാണോ ധനം തൂങ്ങുന്നത് അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. ആരുടെ ഗുണത്തിന്റെ ധനമാണോ കുറഞ്ഞിരിക്കുന്നത് അവന്റെ സങ്കേതം നരകമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗുണത്തിന്റെ ഭാഗം ധനം തൂങ്ങാൻ ഈ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ് എനിക്ക് ഉപകരിക്കുന്നതെങ്കിൽ റബ്ബേ ഞാൻ ഭാഗ്യവാനായി എന്ന നിലയ്ക്ക് നമ്മുടെ ഹസനത്തിന്റെ ഭാഗത്ത് ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം സുന്നത്ത് നമസ്കരിക്കുന്നത്. അതേപ്രകാരം നാം ധർമ്മം ചെയ്യുന്നത്, അതേപ്രകാരം നല്ല കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ നാം ചെയ്യുന്നത് നാളെ പരലോകത്ത് സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കണമെന്ന നിലക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ഫീകും ശൈഅൻ യുഖർരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ അമർതുക്കും ബിഹി. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങളോട് ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ വിട്ടേറ്റിട്ടില്ല. വമാ തറക്തു ഫീകും യുബഇദുക്കും അനിൻ നാരി യുഖർരിബുക്കും അനിൻ നാരി ഇല്ലാ നഹൈതുക്കും അൻ. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങളെ വിരോധിച്ചിട്ടല്ലാതെ ഞാൻ വിട്ടേറ്റിട്ടില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ സ്വർഗത്തിലേക്ക് അടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തുണ്ട്, ആ കാര്യങ്ങൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോകാതെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിട്ടുപോകാൻ സാധ്യതയില്ല. കാരണം പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം പോലെ പഠിപ്പിക്കല്ലോ. കാലത്തിന്റെ ഏതവസരത്തിലും ഭാവി, ഭൂതം, വർത്തമാനം തുടങ്ങിയിട്ടുള്ള ഏത് പദത്തിൽ ഉൾക്കൊള്ളുന്ന കാലത്തും ലോകത്ത് വരാനിരിക്കുന്ന ഗതിവിഗതികളെ സംബന്ധിച്ച് വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന ഒരു ശക്തി അഥവാ പടച്ച തമ്പുരാൻ, അവന്റെ നിർദ്ദേശമനുസരിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചാരങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതാണെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട യാതൊരു ആചാരവും ആ റസൂലിനോട് വിട്ടുപോവുകയില്ല, വിട്ടുപോയിട്ടില്ല, വിട്ടുപോകാൻ സാധ്യതയില്ല. ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തു പറയുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് യാത്ര പറഞ്ഞു. യാത്ര പറഞ്ഞതിന് ശേഷം ആ പ്രവാചകന്റെ അനുയായികൾ തന്നെ സത്യത്തിൽ ഇന്ന് ആ പ്രവാചകന്റെ ദീനിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ആചാരങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സുന്നത്തിനേക്കാൾ വളരെയേറെ വിദഅത്തുകൾ നമുക്ക് ഈ സമൂഹത്തിന്റെ ആചാരങ്ങളിൽ കാണാൻ സാധിക്കും. തന്നെയുമല്ല, സുന്നത്തിനേക്കാൾ കൂടുതൽ ആളുകളുടെ മുമ്പിൽ കാര്യവും അതിനാണ്. ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ നടന്നുകൊണ്ട് നടക്കുന്ന നേർച്ച ഉണ്ടല്ലോ. നേർച്ച പല സ്ഥലങ്ങളിലും ഓരോ ഏരിയകളിൽ ഓരോ നേർച്ചക്കാണ് പ്രാധാന്യം. തെക്ക് ഭാഗത്ത് ചെന്നാല് അഥവാ തെക്കേ മലബാറിലാണെങ്കിൽ അവിടെ പെരുമ്പടപ്പ് ചാരത്തിനും മമ്പുറം ചാരത്തിനും ഒക്കെയാണ് പ്രാധാന്യമെങ്കിൽ, അവിടേക്കുള്ള നേർച്ചകൾക്കാണ് പ്രാധാന്യമെങ്കിൽ
കുറെ കൂടെ തെക്കോട്ട് ചെന്നാല് അവിടെ ഭീമാപ്പള്ളിക്കാണ് കൂടുതൽ പ്രാധാന്യം. കുറച്ച് വടക്കോട്ട് ചെന്നാല് അവിടെ കണ്ണൂര് സയ്യിദ് ബുഖാരി തങ്ങളുടെ ജാറത്തിനും പാപ്പനിശ്ശേരി മൂന്നുപറ്റുമ്മാന്റെ ജാറത്തിനുമാണ് പ്രാധാന്യം. അങ്ങനെ ഓരോ ഏരിയകൾക്കനുസരിച്ച് പ്രാധാന്യം കൂടുകയും കുറയുകയും ചെയ്യുമെന്നല്ലാതെ ഈ നേർച്ച, ചന്ദനക്കുടം അല്ലെങ്കിൽ ആണ്ട് തുടങ്ങിയ വിവിധ പേരുകളിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങിങ്ങോളം ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്താണ് തെളിവ് എന്ന് ചോദിച്ചാല് അത് ചില ആളുകൾ പറയുന്നത് ഇസ്ലാമിക സുന്നത്താണ്, സുന്നത്തായ ആചാരാണ്. അതിൽ ഏത് ആചാരാണ് സുന്നത്ത് എന്ന് ചോദിച്ചാൽ അത് മൊത്തത്തിൽ അത് തന്നെ സുന്നത്ത്. പക്ഷെ അത് ആചാരമാണെന്ന് പഠിപ്പിച്ച ആളുകൾ തന്നെ ഇപ്പം പ്രമേയം പാസാക്കി കുഴങ്ങിയിരിക്കുന്നു. നേർച്ചയിലുള്ള അനാചാരങ്ങൾ ഒഴിവാക്കണം. പക്ഷെ അനാചാരം ഏതാണെന്ന് ഇതുവരെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അനാചാരം ഇന്നതാണെന്ന് തീർത്തു പറയണമെങ്കിൽ അതിൽ ആചാരം ഏതെങ്കിലും വേണ്ടേ? പിന്നെ മുസ്ലിയാക്കന്മാര് വയൽ പറയുമ്പോൾ പറയരുത് സിയാറത്ത് അത് സുന്നത്താണെന്നാണ്. സിയാറത്ത് എന്ന് പറഞ്ഞാല് ഖബർ സിയാറത്ത്, ഖബറിന്റെ സന്ദർശനം, അത് സുന്നത്താണെന്നുള്ള കാര്യത്തിൽ മുസ്ലിംകളിൽ പ്രവാചകൻ അംഗീകരിക്കുന്ന ആളുകൾക്ക് ആർക്കും തർക്കമില്ല. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങളോട് ഒരു കാലത്ത് ഞാൻ ഖബർ സിയാറത്തിന് നിരോധിച്ചിരുന്നു. കാരണം എന്താണെന്നറിയോ? അന്നൊക്കെ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞ പേരില് ഖബർ പൂജയായിരുന്നു നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറുഹാ, നിങ്ങൾ ആ ഖബർ സിയാറത്ത് ചെയ്യുക. കാരണം ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് ആഖിറത്തെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. ഖബർ സിയാറത്ത്, യഥാർത്ഥ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ ഓർമ്മ ഉണ്ടാകും. നിങ്ങൾ ചെന്ന് നോക്കി ശ്മശാനത്തിലേക്ക്. ശ്മശാനത്തിൽ ചെന്നാൽ അവിടെ വാപ്പായുടെ ഖബറിനെടുക്കെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ ഫഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയാനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ചെന്ന് പറയുകയാണെങ്കിൽ, എന്റെ പിതാവെ, അങ്ങയുടെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഖബറിലെല്ലാം അന്ത്യവിശ്രമം കൊടുക്കുന്ന ആളുകളെ, നിങ്ങളുടെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഇല്ല, ഞാനും ഇവിടെ മണ്ണിന്റെ മീതെ വളരെ കാലം നിൽക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാനും നിങ്ങളിലേക്ക് അടുത്ത സമയം അഥവാ ഈ മണ്ണിന്റെ വയസ്സിലേക്ക് ഇറങ്ങി കിടക്കാൻ പോവുകയാണ്. ഞാനും മരിച്ചു പോകും. അവന് പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മ വരും. ഇതാണ് നേർച്ചയ്ക്ക് തെളിവ്. ഈ ഉപകാരം ഇന്ന് കാണുന്ന നേർച്ചയ്ക്കുണ്ടോ നിങ്ങൾ ചിന്തിച്ചു? എന്താ നേർച്ചന്റെ കോലം? ഇപ്പോ യാഹൂ തങ്ങളെ നേർച്ചയ്ക്ക് ആന ഓടിയിട്ട് ഒരാള് മരിച്ചു, കുറെ ആൾ ആശുപത്രിയിലാണെന്നാ കേട്ടത്. 28 ആന, 30 ആന, 38 ആന, ഏത് നേർച്ചക്കാനോ ആണോ ആന കൂടുതലാകുന്നത് ആ നേർച്ച വലിയ നേർച്ചയാണെന്ന് നമ്മുടെ നാട്ടിലെ കണക്ക്. ആ നേർച്ചന്റെ അടുത്ത് എന്നാൽ പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മ വരുമോ? നിങ്ങൾ ചിന്തിച്ചു. ഒരു ഭാഗത്ത് കുടി, മറുഭാഗത്ത് പിടി, ഒരു ഭാഗത്ത് ചട്ടിക്കളി, മറ്റേ ഒരു ഭാഗത്ത് കുട്ടിക്കളി. അങ്ങനെ മനുഷ്യനെ വഴികേടിലാക്കുന്ന എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ അത് ഇമാമും ജമാഅത്തായിട്ട് നടത്തലാണല്ലോ ഇന്നത്തെ നേർച്ച. അതിന് തുറക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകസ്മരണ ഉണ്ടാക്കി തീർക്കുമെന്ന വിശേഷണം നൽകാൻ പറ്റുന്നതാണോ നിങ്ങൾ ചിന്തിച്ചു? ഇങ്ങനെയൊരു നേർച്ച ഖബറിന്റെ അടുക്കൽ നിന്ന് ഇസ്ലാമികമായിട്ടുണ്ട് എങ്കിൽ ആ നേർച്ച ആദ്യമേ നടത്തേണ്ടിയിരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അടുക്കലല്ലേ? അവിടെ നടക്കുന്നുണ്ടോ നേർച്ച? അവിടെയുള്ള മഹാന്മാരായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫാത്തിമത്തുൽ സുഹ്റ റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയിട്ടുള്ള ധാരാളം സഹാബിമാരുടെയും സഹാബിയാത്തുകളുടെയും ഖബറുകൾ ഉള്ള മദീന ശ്മശാനത്തിൽ ചെന്ന് നോക്കിയാൽ ഒരു ഖബറിനെടുക്കൽ നേർച്ച നടക്കുന്നില്ല. അതേപ്രകാരം മക്കത്തിൽ നോക്കിയാൽ അവിടെയും നടക്കുന്നില്ല. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം മുമ്പേ അള്ളാഹുവിന്റെ സന്ദേശമനുസരിച്ച് തന്നെ ജനങ്ങൾക്ക് ബോധമുണ്ടാക്കി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ജനങ്ങൾ കേക്കെ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രീ വസനൻ യുഅബദ്. പടച്ച തമ്പുരാനെ, എന്റെ ഖബർ നീ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കല്ല റബ്ബേ. എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുക്കൽ ചെന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ആരാധനകൾ ചെയ്താൽ
ആ ഖബറിനെ ബിംബങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഖബറിനെ ഇലാഹുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ അംഗീകരിക്കുമ്പോൾ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ആരാധനകൾ അർപ്പിക്കുമ്പോൾ, നേർച്ച വഴിപാടുകൾ നടത്തുമ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ അംഗീകരിക്കുന്നു. തത്വത്തിൽ അവിടെ ശിർക്ക് സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർക്കശമായി ആ കാര്യം നിരോധിച്ചത്. ഇതൊക്കെ ശാഖാപരായ കാര്യമാണ്, നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ചിന്തിക്കേണ്ട എന്ന് ഉള്ള ചിന്ത പെട്ടെന്ന് മനസ്സിൽ ചില ആളുകളുടെ ഉണ്ടാക്കും. കാരണം എന്താണെന്നറിയോ, അവന് ശിർക്ക് ഒരു മനുഷ്യൻ ചെയ്തു കിട്ടലാണ് വലിയ സന്തോഷം. ഓപ്പൺ വോട്ട് ചെയ്ത മാതിരിയാണ് ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ. സാധാരണ നമ്മളൊക്കെ വോട്ട് ചെയ്യാറുണ്ട്. വോട്ട് ചെയ്യൽ എങ്ങനെയാ? ബാലറ്റ് പേപ്പർ എടുത്തും പോയിട്ട് ഒരു മറയിൽ വെച്ചിട്ട് സീലടിച്ച് മടക്കിയിട്ട് ആരും കാണാതെ വെട്ടിക്കൊണ്ടിടും. ചില ആളുകള് ഏജന്റിനോ മറ്റാർക്കോ സംശയം ഉണ്ടെങ്കിൽ അവരെ മുമ്പും തന്നെ സീലടിച്ച് ഞാൻ കൈക്കാണ് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ കോണിക്കാണ് വോട്ട് ചെയ്തത്, അത് കൃത്യമായിട്ട് അവരെ കാണിച്ചതിന് ശേഷം മടക്കിയിട്ടുണ്ട്. അപ്പൊ ഏജന്റിനും സ്ഥാനാർത്ഥിക്കൊക്കെ ബോധ്യമായി ഇവൻ നമ്മുടെ ആള് തന്നെയാണ്. അതുപോലെയാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നത്, ഓന് തീർച്ചയായും ഇവൻ നമ്മളെ കൂട്ടത്തിലുള്ളത് തന്നെ. കാരണം ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അല്ലാഹു തആല അവന്റെ മേൽ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ ഇവൻ എന്തായാലും നമ്മളെ കൂട്ടത്തിൽ തന്നെയാണെന്ന് ഇബ്ലീസിന് സുഖായി പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്ലീസ് വിദേഹത്തിലൊക്കെ വളച്ചും തിരിച്ചും ഒക്കെ ഉണ്ടായിക്കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരായാൽ ഒരു പ്രശ്നവുമില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടി പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടി ഇവരെല്ലാം സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തൊട്ട് എണ്ണുന്ന പോലെ എണ്ണിയിട്ടുള്ള ആളുകളുണ്ട്. അവരാരും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ ചെന്ന് നേർച്ച വഴിപാടുകൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. അവർ സ്വർഗത്തിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേ പ്രകാരം തന്നെ അവരിൽ നിന്നും മതം പഠിച്ചിട്ടുള്ള താബിഈകളായ ആളുകൾ, അവരിൽ നിന്നും മതം പഠിച്ചിട്ടുള്ള താബിഈകളായ ആളുകൾ, അവരാരും ഇങ്ങനെ ഒരു നേർച്ച ഖബറിനടുക്കൽ വെച്ച് കഴിച്ചിരുന്നില്ല. ആ നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട് അവർ നിയ്യത്ത് ചെയ്തിരുന്നില്ല. അവരുടെ ഓർമ്മയിൽ തന്നെ, മുസ്ലിമായിക്കൊണ്ട് അവരുടെ ഓർമ്മയിൽ തന്നെ അങ്ങനെ ഒരു കാര്യം വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൽ വിദഅത്താണ്. ഈ വിദഅത്ത് ആരെങ്കിലും പ്രവർത്തിച്ചാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതവസരത്തിലും പ്രസംഗം ആരംഭിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതുതായി ഉണ്ടായതും ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. എല്ലാ ളലാലത്തുകളും നരകത്തിലാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗങ്ങൾ ആരംഭിക്കുമ്പോഴെല്ലാം പറയാറുണ്ടായി. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ അനുയായികൾക്കുണ്ടായ അനുഭവങ്ങൾ അതാണ്. ഒരു പ്രവാചകൻ വരും, ഇസ്ലാമിൽ കൃത്യമായിട്ട് അവർ പഠിപ്പിക്കും. കുറച്ചു കഴിയുമ്പോ ആ പ്രവാചകൻ അങ്ങോട്ട് പോയാൽ അതിന്റെ അനുയായികൾ തന്നെ അത് ചിലപ്പോൾ നന്നാക്കുക എന്നുള്ള നിലക്കാണ് ചിലപ്പോഴുണ്ടാവാറ്. കുറച്ചും കൂടി നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾ പറയില്ലേ, അവരെ കണ്ടാൽ എന്തൊരു ഇഖ്ലാസാണ്, അവരെ കണ്ടാൽ എന്തൊരു ഭക്തിയാണ്, താടിമക്കൂടെ ഈമാൻ ഇങ്ങനെ ഇറ്റി വീഴുന്നതായിട്ട് തോന്നുന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഇതുപോലെ നല്ലത് എന്ന നിലക്കാണ് പല വിധേയത്തുകളുണ്ടായത്. കഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രവാചകൻ പോയി ആ ദീനിനെ അനുയായികൾ കേടുവരുത്തിയെല്ലാം കൂടി ആകുമ്പോഴാണ് വേറൊരു പ്രവാചകനെ നിയോഗിക്കുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ പടച്ചതമ്പുരാൻ നിയോഗിച്ചു. അവരെല്ലാം വിദഅത്തുകൾ പിന്നും പിന്നും കടന്നുകൂടി. എന്നാൽ ഈ സമൂഹത്തിൽ അത് ഉണ്ടാവാൻ പാടില്ല. കാരണം അന്ത്യപ്രവാചകനാണ്, ഇനി പ്രവാചകൻ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അന്ത്യദിനം വരെ നിലനിൽക്കുന്ന വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഏതവസരത്തിലും സത്യാന്വേഷിക്ക് എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം ഈ പ്രവാചകൻ അല്ലാഹു തആല നൽകി. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളൊന്നും പൂർണ്ണരൂപത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിലില്ല, അവരുടെയും മുമ്പിലില്ല. ആ ഗ്രന്ഥങ്ങളുടെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് പറയുന്നില്ല.
ഉദാഹരണമായിട്ട് ഇപ്പോ ബൈബിളിന്റെ അനുയായികളായ ക്രിസ്ത്യാനികൾ അവർ പറയുന്നില്ല ഇത് പടച്ച തമ്പുരാൻ ഇങ്ങോട്ട് അവതരിപ്പിച്ചു തന്നതാണ്. യേശു പറയുന്നു എന്നല്ലാതെ പടച്ചോൻ പറയുന്നു എന്ന് പറയുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹു പറയുന്നു എന്ന് തന്നെയാണ് ഏതൊരു മുസ്ലിമും ഇന്നേ വരെ പറഞ്ഞത്. അതാണ് സത്യവും. അത് വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ അന്ത്യദിനം വരെ നിലകൊള്ളും. കാരണം ഇനി പ്രവാചകം വരാനില്ല. സത്യാന്വേഷികൾക്ക് സത്യം മനസ്സിലാകുന്ന വിധത്തിൽ ഇവിടെ എന്തെങ്കിലും മാർഗം ഉണ്ടാവണം. അതിന് അള്ളാഹുക്കാരൻ നിശ്ചയിച്ചിരിക്കുന്ന മാർഗമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ മാതൃകയില്ലാത്ത ഏത് കാര്യങ്ങൾ ഇസ്ലാമിന്റെ ആചാരങ്ങളായി ഉണ്ടായാലും അതിന് മുസ്ലിം പറയേണ്ടത് ബിദ്അത്ത് എന്ന് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അത് വളരെ ഇഖ്ലാസ് ഉള്ളതോ അല്ലെങ്കിൽ ഭക്തി നിർഭരമായതോ എന്നൊക്കെ തോന്നും. ആ ജാതി ഭക്തിക്ക് ഇസ്ലാം സ്ഥാനം കൽപ്പിക്കുന്നില്ല. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ സമൂഹത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉമ്മത്തൻ വസതൻ, മധ്യമ സമുദായം എന്നാണ്. എന്ന് പറഞ്ഞാൽ കാട് കയറിയ പൗരോഹിത്യത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതേസമയത്ത് ഇങ്ങ് ഇസ്ലാമിനെ വലിച്ചെറിയുന്ന മോഡേണിസത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന്റെ ഇടയിലൂടെയുള്ള ഒരു മധ്യമ രൂപമാണ്, മധ്യമ സമൂഹമായിട്ടാണ് ഇസ്ലാം അതിന്റെ അനുയായികളെ വാർത്തെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ചെന്ന് അവിടെ ഇരുന്ന എല്ലാ ആളുകളും എല്ലാ സമയത്തും തസ്ബീഹും തഹ്ലീലുമായിട്ട് കൂടണം, ജോലിക്ക് പോകാൻ പാടില്ല എന്ന തത്വം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സഹാബികൾ തന്നെ ഇസ്ലാം ദീൻ പഠിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? ആളുകളൊക്കെ കുറച്ചാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ കൂടും, ബാക്കിയുള്ള ആളുകൾ ജോലിക്ക് പോകും. ഇന്ന് ജോലിക്ക് പോയിരുന്ന ആളുകൾ നാളെ നബിയുടെ അടുത്ത് കൂടും, ഇന്ന് ഇരുന്നിരുന്ന ആളുകൾ നാളെ ജോലിക്ക് പോകും. അങ്ങനെ ആളുകൾ മാറി മാറി ഇരുന്നു കൊണ്ടായിരുന്നു ഇസ്ലാം ദീൻ പഠിച്ചിരുന്നത്. അവര് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരായ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഔലിയാക്കന്മാർ അതിനുശേഷം ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും വലിയ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാന്മാര് ഇങ്ങനെയായിരുന്നു ഇസ്ലാം ദീൻ പഠിച്ചിരുന്നത്. അവർ മുസ്ലിങ്ങളായി ജീവിച്ചിരുന്നത്, ലോകത്തിന്റെ മാതൃകാ പുരുഷന്മാരായി മാറിയത്. ചില ആളുകൾ ഔലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം അവനെന്താക്കേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ല, മറ്റവൻ അധ്വാനിച്ച് തിന്നുക. ഔലിയാൽ അങ്ങനെയാണല്ലോ നമ്മുടെ ഇടയിലൊക്കെ. ഔലിയ എന്ന് പറഞ്ഞാൽ സാധാരണ ജോലിക്ക് പോയി കൃത്യമായി ഖുർആനും സുന്നത്തനുസരിച്ചൊക്കെ ജീവിക്കുന്നുണ്ട്, കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് ഔലിയ എന്ന് പറയലില്ല. ഔലിയ എന്ന് പറയൽ ആർക്കാണ്? ആരാൻ അധ്വാനിച്ച് തിന്നാൻ വേണ്ടിയിട്ട് വേഷം വെച്ച് നടക്കുന്ന ആളുകൾക്ക്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സമൂഹത്തിന് വാർത്തെടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സഹാബികൾ അങ്ങനെയല്ല മുസ്ലിങ്ങളായി ജീവിച്ചത്. രണ്ടിന്റെയും ഇടയിലുള്ള മധ്യമമായ ഒരു മാർഗമാണ് ഇസ്ലാം അതിന്റെ അനുയായികളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് ഭക്തി കൂടുതൽ തോന്നുകയാണെങ്കിൽ അന്നേരം ഒഴിവായിക്കളയാം. ചില കാര്യമുണ്ടല്ലോ, ഞാൻ അവസരത്തില് ഷിയാക്കളുടെ ഈ പ്രകടനങ്ങൾ പാകിസ്ഥാനിൽ വെച്ച് സഫർ 20 കാരണം എന്താ, മുഹറം 10 ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായത്. അതിന് 40 കഴിക്കാം. അപ്പോ റാവൽപിണ്ടി ടൗണിൽ ചെന്നപ്പോ നിറയെ പോലീസുകാർ. അവിടെയുള്ള സ്നേഹിതന്മാരോട് ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ പോലീസ് ഇവിടെ? ഇന്ന് ഹുസൈനായ 40 അതിന് പ്രകടനം ഉണ്ടാവും, അതാണ് പോലീസ് കൂടുതലും. മഗ്‌രിബിന് ശേഷം നോക്കിയപ്പോ ഒരു ചങ്ങായി ഒരു ഓട്ടോറിക്ഷയിൽ വളരെ വലിയ താടിയൊക്കെ ഉള്ള, കണ്ടാല് നമ്മുടെ നാട്ടിലൊക്കെ ഔലിയാന്നല്ലാണ്ട് വേറെ പറയില്ല, അങ്ങനത്തെ ഒരു ചങ്ങായി മൈക്കിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ഉറുദു അറിയില്ല, ഉറുദുവിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറയുന്നത്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറയാം, ഏറ്റവും മോശമായ ഭാഷയിൽ ചീത്ത പറയാം. അതിന്റെ പിന്നിൽ വലിയൊരു പ്രകടനം, അതിന്റെ പിന്നിൽ കുറെ ചെറുപ്പക്കാർ, ഒരു 20-ന്റെയും 30-ന്റെയും ഇടയ്ക്ക് പ്രായമുള്ള ഒരു 10-50 ചെറുപ്പക്കാര് ചുറ്റും നിന്നിട്ട് യാ ഹുസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറത്തടിക്കാൻ, ചോരങ്ങനെ തെറിക്കുന്നുണ്ട്. പല ആളുകളും ബോധം കെട്ട് വീഴുന്നുണ്ട്. ഡോക്ടർമാർ കൂടെ ഉണ്ട്. എന്താണിത് ചോദിച്ചാൽ, അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന ആ ഒരു വിശ്വാസം. എന്തൊരു ഇഖ്ലാസാണ് നിങ്ങൾ ചിന്തിച്ചത്? വലിയ ഇഖ്ലാസാണ് നമുക്ക് തോന്നുന്നില്ലേ?
അങ്ങനെയുണ്ട് ഇസ്ലാം ദീൻ അള്ളാഹ് പഠിപ്പിച്ചു, റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലിന്റെ മാതൃക ഉണ്ടോ? വലിയ ത്യാഗമാണ് സത്യത്തിന്, ശരിയന്നെ. പക്ഷേ ആവശ്യമില്ലാത്ത ത്യാഗം എന്തിന്? അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്തൊരു ത്യാഗം. ആ ത്യാഗം ചെയ്യുന്നവനെ നമുക്ക് മുഅ്മിനെന്നോ അല്ലെങ്കിൽ ഭക്തനെന്നോ വിളിക്കാൻ പറ്റും? അത് ഇബ്ലീസ് ഉണ്ടാക്കിയ ഭക്തിയാണ്. അതുപോലത്തെ ചില ഭക്തി നമ്മുടെ ഇടയിലും കാണാം. ഇങ്ങനെ നിന്നിട്ട് ചില ആള് ഹാലക്കിളകിയിട്ട് എന്ന് പറഞ്ഞാല് തമ്മീത് നഷ്ടപ്പെട്ട മാതിരി ദിക്റിയൊക്കെ ചെയ്യുന്നത്. ആ ദിക്റുകളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഇഷ്ടാനുസരണം അങ്ങനെ ഉണ്ടാക്കുക. നല്ല ദിക്റുകളായിരിക്കും. അത് കൂട്ടിച്ചേർക്കലും കൂട്ടിയിണക്കലും വിഘടിപ്പിക്കലും ഘടിപ്പിക്കലും ഒക്കെ അവരെ വക. എന്നിട്ട് പ്രത്യേക സമയവും സന്ദർഭമൊക്കെ അതിന് കണ്ടിട്ട് ഒരു ഹാളിലൊക്കെ അങ്ങനെ ഒതുങ്ങി നിന്നിട്ട് ചില ആളുകൾ ഒരു പ്രത്യേക ഈണത്തിനിങ്ങനെ ദിക്റിയില്ല. ദിക്റ് ചെല്ലുന്നവന് ഇപ്പം സാധാരണക്കാരൻ അറിയില്ല എന്താ അപ്പൊ ഞാൻ ചെല്ലുന്നത്, എന്തെന്നാ ഞാൻ പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ ഓൻ ആ കുന്തിരിക്കത്തിന്റെ വാസനയും ആ മജ്‌ലിസിന്റെ സ്വഭാവവും എല്ലാം കൂടി അവന് പ്രത്യേകമായൊരു ഭക്തി ഉണ്ടാകും. ആ ജാതി ഭക്തിയല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അള്ളാഹു തന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങളിൽ ഭക്തി ഉണ്ടാവുക എന്നതാണ്. നമ്മുടെ നോട്ടത്തിൽ ശരിയാണോ, നമ്മുടെ നോട്ടത്തിൽ തെറ്റാണോ എന്ന് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും ഇബാദത്തിനെ സംബന്ധിച്ച് വിധി എഴുതാൻ നമുക്ക് അവകാശമില്ല, അർഹതയില്ല. ഏതാണ് നല്ലതെന്ന് അള്ളാഹു തആല തന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നു അത് നിങ്ങൾ സ്വീകരിക്കുക, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് എന്ത് വിരോധിച്ചോ അത് നിങ്ങൾ വെടിയുക. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയതാണ് ഇസ്ലാം ദീൻ ഇരിക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയതിൽ പെട്ടതാണ് ഈ നേർച്ച വഴിപാടുകൾ. അതേ പ്രകാരം തന്നെ നേർച്ച എന്ന പേരിൽ കഴിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ മൗലൂദ് എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടാക്കരുത്. മൗലൂദ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ മൗലൂദിന്റെ അർത്ഥം ജന്മദിനാഘോഷം, ജനിച്ച സ്ഥലം എന്നൊക്കെയാണ്. ജനിച്ച സ്ഥലം, ജനിച്ച കാലം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ മൗലൂദ് എന്ന് പറഞ്ഞൊരു പദ്യ ഗദ്യ സമ്മിശ്രമായ ഒരു വസ്തു ഉണ്ടാക്കും. അതിൽ ആദ്യം കുറച്ച് ഗദ്യം, പിന്നെ കുറച്ച് പദ്യം, പിന്നെ കുറച്ച് ഗദ്യം, പിന്നെ കുറച്ച് പദ്യം. അത് ഓരോരുത്തരുടെ പേരിലും, അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുണ്ട്. അതിനുശേഷമുള്ള മഹാന്മാരായ ഓരോരുത്തരുടെയും പേരിൽ മൗലൂദുണ്ട്. ആ മൗലൂദൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പുണ്യമാണ് എന്നാണ് ജനങ്ങൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് കാണിച്ചു തരുമായിരുന്നില്ലേ? മാ തറക്തു ഫീക്കും ശൈഅൻ യുഖർരിബുക്കും മിനൽ ജന്നത്തി ഇല്ലാ അമർതുക്കും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന യാതൊരു കാര്യവും നിങ്ങളെ പഠിപ്പിച്ചിട്ടല്ലാതെ ഞാൻ വിട്ടേച്ചിട്ടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിപ്പിച്ചിട്ടില്ലാത്തൊരു മൗലിദ് അത് പുണ്യമാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അല്ലെങ്കിൽ നമുക്ക് അവകാശമുണ്ടോ? എന്നിട്ട് ആ മൗലിദിന്റെ പേരിൽ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങളും കോപ്പരാട്ടികളൊക്കെ എന്തൊക്കെയാണെന്നറിയോ? ഇക്കൊല്ലം മൗലിദ് നടത്തി വാൾപ്പയത്തോടു കൂടിയാണെന്നാ പറയുന്നത് മലപ്പുറം ജില്ലയിലെ ചില ഭാഗത്തൊക്കെ. വാൾപ്പയറ്റ് മൗലിദിന് എന്തിനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണല്ലോ. അതിന് നബിന്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്തിട്ട് ഇപ്പം ഉണ്ടാകുകയാണ് നബിയും സഹാബത്തുമായിട്ട് റോട്ടുമ്പോ കൂടെ നടക്കുക. പിന്നെ എവിടെയാണ് ഇവിടെ BJP വളരാണ്ടിരിക്കുക? നിങ്ങൾ ചിന്തിച്ചോ? ഈ വാളിലൂടെയാണ് ഇസ്ലാം ദീൻ ഉണ്ടായതെന്ന് അവർ പ്രകടിപ്പിക്കുന്നത്. അത് നേരത്തെ ഉണ്ട്. ആ മെമ്പർമ കയറുമ്പോ ചില ആള് വടിയെടുത്ത് വാളാന്ന് അറിയുന്നുണ്ടല്ലോ. വാളില്ലാത്ത സ്ഥലത്ത് മരം കൊണ്ടൊരു വാളിന്റെ രൂപം ചെത്തി ഉണ്ടാക്കി അതിൽ പെയിനൊക്കെ ഇട്ടിട്ട് കഴിയുമ്പോൾ പിടിച്ചിട്ട് മൊലിയാരിങ്ങനെ എല്ലാത്തിനും ഇമിറ്റേഷൻ, വാളിന് ഇമിറ്റേഷൻ. ആ മൊലിയാരെ കോലം കണ്ടാൽ അങ്ങനെ എനിക്ക് തോന്നില്ലേ? താഴെ കാണുന്ന മൊലിയാരല്ലേലും മെമ്പറിന്റെ മുകളിലുണ്ടായി ഒരു പ്രത്യേക വേഷം, പ്രത്യേക രൂപം, പ്രത്യേക ശബ്ദം, എല്ലാം പ്രത്യേക. അതിൽ വാളും ഇങ്ങനെ തന്നെ. എന്നിട്ട് എന്ന് പറഞ്ഞാല് ഖതീബ് മിമ്പർമ കയറുമ്പോ വാളെടുക്കുന്നതിൽ ഒരു യുക്തി ഉണ്ട്. എന്താണെന്നറിയോ? ഇസ്ലാം ദീൻ നിലവിൽ വന്നത് ആയുധം കൊണ്ടാണ്. അതേ വാൾ ഉപയോഗിച്ചാണ് ഇസ്ലാം ദീൻ ഉണ്ടാക്കിയെന്നുള്ള തെളിവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പഠിപ്പിച്ച ദീന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. എന്താണത്? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഇസ്ലാമിൽ ഫലപ്രയോഗമില്ല. സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ഇനി സത്യം ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യം ഉൾക്കൊള്ളാം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. എന്നിട്ട് ഇവർ ഇവിടെ പഠിപ്പിക്കുന്നത് ഇസ്ലാം ദീന് ആയുധം കൊണ്ടാണ്ടായിരുന്നു. എന്നിട്ട് ഉണ്ടായ വാള് കണ്ടിട്ടില്ലാത്ത വാള് കണ്ടാ പേടിയാകുന്ന മൂലിയാരും ഒരു വടിവാൾ ഉണ്ടാക്കിയിട്ട് അതും പിടിച്ചിട്ടേ ഇല്ല മുളച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അത് മൂപ്പര് നേരത്തെ അവിടുന്ന് എടുക്കൂല. പിന്നെ മൊല്ലാക്ക വന്നിട്ട് എടുത്തു കൊടുക്കണം. മൊല്ലാക്ക വന്നിട്ട് എടുത്തു കൊടുത്തിട്ട് ആ വാളുമായിട്ട് മിമ്പർമ കയറും. വാള് കിട്ടാതെ മിമ്പർമ കയറാതെ പോയ മൊയ്യാമാരുണ്ട് എന്നാ പറഞ്ഞത്. വാളില്ലാഞ്ഞാൽ പിന്നെ മിമ്പർമ കയറൽ വരുമല്ലോ. പണ്ടൊരു ചങ്ങായി പെണ്ണുങ്ങൾ വീട്ടിൽ പോയ സമയത്ത് ചോറ് വെച്ചിട്ടാണ് ഓളെ പുരേ പോയതാ. എന്തേ ചോറ് വെക്കാന്ന് ചോദിച്ചപ്പോ ഞാൻ ആ മുറന്തട്ടിക്കോല് കാണാത്തതുകൊണ്ട് ആ ചോറ് വെക്കാത്തതെന്ന് അറിയുന്ന. സാധാരണ ഈ അരി കൊയ്ക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കൊരു ഈണം വെച്ചാൻ വേണ്ടിയിട്ട് കൈകൊണ്ടൊരു കൊട്ടലുണ്ട് മുറത്തിന്. ഇവന്റെ ഓർമ്മ ഒരു കോല് അതിനായിട്ട് വെച്ചതാണ്, അതുകൊണ്ട് കൊട്ടലാണ് എന്നാ. മുറന്തട്ടിക്കോല് കിട്ടായിട്ട് ചോറ് വെക്കാത്ത പുരുഷന്മാരുണ്ടെന്ന് പറഞ്ഞ പണ്ട്. ഇപ്പം മുറന്തട്ടിക്കോലൊന്നും ആവശ്യമല്ല ആധുനികത്തില്. അതുപോലെ വാള് കിട്ടാത്തതുകൊണ്ട് മെമ്പർമ കയറാത്ത മൊയ്യാമാരുണ്ടായി. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുടെയും സഹാബത്തിന്റെയും കാലത്തില് അവർ സാധാരണ വാള് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അതെവിടെ പോകുമ്പോഴും കൊണ്ടു നടക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പർമ കയറുമ്പോഴ് 53 വയസ്സൊക്കെ ആയില്ലേ, 63 വയസ്സ്. 63 വയസ്സായ നബി ക്ഷീണിക്കുമ്പോ ചിലപ്പോൾ വാളെടുത്തൊന്ന് കയറി പിടിക്കും. അതിനിവൻ വടിവാൾ ഉണ്ടായിക്കൊണ്ട് ഇത് കുത്തിപ്പിടിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ ആ നാട്ടിലുള്ള ആചാരങ്ങൾക്കാണ്, അല്ലെങ്കിൽ തലമുറകളായി പലരും കൈമാറി വന്നിരിക്കുന്ന ആചാരങ്ങൾക്കാണ് ഇന്ന് പല പ്രദേശത്തും പ്രാധാന്യം. അതാരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് മതിപ്പ് കുറവാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹമല്ല. നബിനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? മൗലൂദ് വെച്ചുകൊണ്ടാണോ? എന്നാൽ അബൂബക്കർ സിദ്ദീഖ് ജീവിതത്തിൽ ഒരു പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരു പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല. കാരണം അവരാരും മൗലൂദ് വെച്ചിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല. ഈ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു പ്രാസംഗികനുണ്ടല്ലോ, എന്താണ് തഴവ മുഹമ്മദ് കുഞ്ഞു മുരിയാർ. അയാള് ഒരു പാട്ടുണ്ടാക്കി. അയാൾ പറഞ്ഞെന്നറിയോ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. മൗലിദ് കഴിക്കാന്ന് പറഞ്ഞത് മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300 ശേഷം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരം കടന്നു വന്നത്. അതിന് നബി പഠിപ്പിച്ച ദീന് എന്ന് പറയാൻ പറ്റുമോ? എന്നിട്ട് മൂപ്പര് പറയുന്നത്, ഇത് ഞാൻ വെറുതെ പറയല്ല, പണ്ടുള്ള കിതാബുകളിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുടെ കാലത്ത് മൗലിദ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം മഹാന്മാരായ സുബുക്കിയെ പോലത്തെ, സഹാബിയെ പോലത്തെ, സഹാബി എന്നാണ് അദ്ദേഹം പറഞ്ഞത്, സഹാബിയെ പോലത്തെ ആളുകൾ അത് അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ മുജാഹിദുകൾ പറയുന്നത്, ആ 300 ശേഷം വന്ന ഇസ്ലാം ദീൻ നമുക്ക് ആവശ്യമില്ല. ആ ആചാരങ്ങൾ ഒഴിവാക്കുക. 300 മുമ്പുള്ള ആചാരങ്ങൾ അത് മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികളും താബിഈകളും താബിഈകളും പഠിപ്പിച്ച കാലത്ത് മൗലിദ് എന്ന് പറയുന്ന ഒരു ആചാരം ഇസ്ലാമിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ആചാരത്തിലൂടെ നബിയെ സ്നേഹിക്കേണ്ടതില്ല. നമ്മുടെ മദ്ഹബിന്റെ അയിമ്മത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരായ ഇമാമുകൾ ആരും മൗലിദ് കഴിച്ചുകൊണ്ട് നബിയെ സ്നേഹിച്ചിട്ടില്ല. അവര് നമ്മേക്കാൾ നബിയെ സ്നേഹിച്ചവരായിരുന്നു. അവർ ജീവന്റെ ജീവനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ കേൾക്കണം, ഒരവസരത്തില് പലസ്തീൻ കീഴടക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അങ്ങനെ അവിടെയുള്ള പള്ളിയിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ ഒന്ന് ബാങ്ക് കൊടുക്കും.
ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം ഞാൻ ബാങ്ക് കൊടുത്തിട്ടില്ല. പക്ഷേ അമീറുൽ മുഅ്മിനീന്റെ നിർദ്ദേശം ധിക്കരിക്കാനും ഞാൻ തയ്യാറില്ല. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു കയറിയിട്ട് ബാങ്ക് കൊടുത്തിട്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹു ആ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. അവിടെ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ സഹാബികളും അദ്ദേഹത്തിന് ബാങ്ക് തുടരാൻ കഴിഞ്ഞില്ല. സഹാബികൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തോട് ബാങ്ക് നിർത്താൻ. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് അത്രയും പ്രവാചകനെ സ്നേഹിച്ചിരുന്ന മഹാന്മാരായ സഹാബികൾ, മഹതികളായ സഹാബി വനിതകൾ, അവരാരും ഇങ്ങനെ മൗലിദ് വിളിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ സ്നേഹിക്കാൻ പറഞ്ഞോ ആ നിലക്കായിരുന്നു അവർ സ്നേഹിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെ സ്നേഹിക്കണം എന്നതിന് അവർ വേറെ വഴി തേടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹബ്ബനി ഫല്യസ്തന്ന ബിസുന്നതി, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ ചര്യയായി സ്വീകരിക്കട്ടെ. അതാണ് എന്നോടുള്ള സ്നേഹപ്രകടനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക, ആചാരത്തിന് കൃത്യനിഷ്ഠതയുണ്ടായിരിക്കുക, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ജീവിക്കുക. അതാണ് നബിയോടുള്ള സ്നേഹപ്രകടനത്തിൽ ഏറ്റവും പ്രകടമായ, അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായ, അന്യോന്യമായ മാർഗമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതിന് നമ്മൾ മൗലൂദും താത്തീബും അതേപ്രകാരം ജന്മദിനവും അതും ഇതുണ്ടാക്കിയിട്ട് നടക്കേണ്ടതില്ല എന്നർത്ഥം. ഇന്ന് ഒരാള് മൗലൂദ് കഴിച്ചിട്ടില്ലെങ്കിൽ അവനെ സംബന്ധിച്ച് എന്താണ് പൊതുവിൽ അഭിപ്രായം നിങ്ങൾ ചിന്തിച്ചു നോക്കി. കഴിഞ്ഞ കൊല്ലം മൗലൂദിനൊക്കെ കാര്യമായിട്ട് മുമ്പിൽ നിന്നിരുന്ന ആളുകൾ ഇക്കൊല്ലോ അന്നോ നിസ്കരിച്ചിരുന്നില്ല, മദ്യവും കഴിച്ചിരുന്നു, തോന്നിയാസങ്ങളൊക്കെ ചെയ്തിരുന്നു, അങ്ങനെയായിരുന്നു നടന്നത്. പക്ഷേ റബീഉൽ മൗലൂദ് കഴിക്കാൻ മുമ്പിലുണ്ടാവുമായിരുന്നു. ഇക്കൊല്ലാകുമ്പോൾ അതിന്റെ കോലൊക്കെ മാറി. ഓ നിസ്കാരം തുടങ്ങി, നോൻപ് തുടങ്ങി, തോന്നിവാസങ്ങളൊക്കെ ഒഴിവാക്കി. പക്ഷെ മൗലൂദ് കഴിക്കാനും മുന്നോട്ടില്ല. പക്ഷെ നാട്ടിലെന്താ വർത്താനം അറിയോ? ഇക്കല്ല ഓനെ മൗലൂദിനൊന്നും നോക്കണ്ട, ഓന് ബാല് വളഞ്ഞിന്, ഓനെ മറ്റേ പുതിയ ആദ്യമാണുള്ളപ്പോ കഴിഞ്ഞ കൊല്ലം നമസ്കരിക്കാതിരുന്ന, നോൽമനസിക്കാതിരുന്ന, മദ്യപിച്ചിരുന്ന, തോന്നിവാസങ്ങൾ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ അവനെ സംബന്ധിച്ച് ഒരു റിമാർക്കുണ്ടായിരുന്നില്ല, മോശമായ റിമാർക്കുകളൊന്നും. ഇന്ന് അവൻ നിസ്കരിക്കുന്നുണ്ട്, നോൽമനസിക്കുന്നുണ്ട്, കാര്യമായി ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വിദേഹത്തോ ചെയ്യാത്തത് കൊണ്ട് ഓൻ വഴിവെച്ചവെന്നല്ലേ സാധാരണക്കാർ പറയാറ്. ഈ വിദേഹത്ത് ചെയ്യാത്തത് കൊണ്ട് അവൻ വഴിവെച്ചു പോയി, വാല് വളഞ്ഞു പോയി എന്ന് പറഞ്ഞാല് സുന്നത്തിനേക്കാൾ ഇന്ന് സമൂഹത്തിന്റെ ഒരു വിഭാഗം സമൂഹത്തിന്റെ മനസ്സിലുള്ളത് ഇസ്ലാമിന്റെ ചാടുകളായി വിരാട്ടുകളാണ്. ഈ വിരാട്ട് ചെയ്യാത്തവൻ നല്ലവനല്ല, അല്ലെങ്കിൽ ചീത്തയാണ് എന്ന ധാരണയാണ് പല ആളുകൾക്കുള്ളത്. അത്രയും സ്ഥാനം നേടിയിട്ടുണ്ട് വിരാട്ടുകൾ ഇന്ന് സമൂഹത്തിൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രമായി നമ്മുടെ മുമ്പിൽ വിട്ടേച്ചു പോയ ആ സുന്നത്തിന് സ്ഥാനമില്ല, ആ സുന്നത്തിന് വിലയില്ല. മറിച്ച് വിരാട്ടിനാണ് വില. മൗലൂദിന്, റാത്തീബിന്, കുത്തുബിയത്തിന്, അതുപോലുള്ള കാര്യങ്ങളും അഭ്യസ്തവിദ്യരായ ആളുകൾ തന്നെ വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് സ്വന്തം വിചാരിക്കുന്ന ആളുകൾ തന്നെ ഈ ജാതി തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടാണ് മുസ്ലിമാകരുത്. പക്ഷെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുസ്ലിമാവാൻ എളുപ്പമാണ്. കാരണം കുറച്ച് മുക്കാലി ഇടവാക്കിയാൽ മതി. കൊല്ലത്തിൽ റബീഉൽ അവ്വലിൽ ഒരു ദിവസം മൗലൂദ് കഴിച്ചാൽ ഓൻ നല്ല മുസ്ലിമായി, അല്ലെങ്കിൽ നല്ല ആളായി എന്ന് ലോകം അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ച് പൈസ ചെലവായിക്കൂടെ? നബിയെ സ്നേഹിച്ചുകൊണ്ട് മുസ്ലിമാവുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഓരോ ദിവസവും ഓരോ ചലനത്തിലും സംസാരത്തിലും ഓരോ നീക്കത്തിലും അവൻ പ്രവാചകന്റെ ചര്യ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ആ ചര്യ അനുസരിച്ചായിരിക്കണം അവന്റെ നീക്കം. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഭക്ഷണം കഴിക്കേണ്ടത്. അതെ, അവൻ അംഗശുദ്ധി വരുത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധി വരുത്തുകയാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെയാണ് അവൻ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം ദീനായി മാറുന്നു. അതേസമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമല്ല മൗലവി.
നിങ്ങൾ ഈ പറഞ്ഞ മാതിരിയൊക്കെ നബിയുടെ സുന്നത്തെടുത്ത് നബിനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. കുറുക്ക് വയ്ക്ക് വല്ലതും ഉണ്ടോ? ആണ്ട് എന്താണ് റബീഉൽ അവ്വൽ നോക്കിക്കോ. റബീഉൽ അവ്വൽ ഒറ്റ മൗലൂദാണ്ട് കഴിച്ചാൽ എന്തായവൻ? നബിനെ സ്നേഹിച്ചവനായി. നബിനോട് കുറച്ച് പ്രാർത്ഥന, ശിർക്കടങ്ങിയ പ്രാർത്ഥന, കുറെ അടിസ്ഥാനമില്ലാത്ത കുറെ വാദങ്ങൾ, അല്ലെങ്കിൽ കുറെ ലഈഫായ മൗദൂആയ ഹദീസുകൾ, ഇതൊക്കെ ഒതുങ്ങിയിട്ടുള്ള ഒരു മൗലൂദ് കഴിച്ചാൽ നബിയോടുള്ള സ്നേഹപ്രകടനായി എന്ന നിലക്ക് ചില ആളുകൾ കുറുക്ക് വഴി എന്നുള്ള നിലക്ക് ചെയ്യാറുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ വാപ്പ മരിച്ചു കണ്ടില്ലേ? വാപ്പ മരിച്ചാല് മകൻ ഓഫീസറാണ്, അവൻ കാര്യപ്പെട്ട ആളാണ്. അവനും ബാപ്പാക്ക് വേണ്ടി വയസ്സനായ വാപ്പാനെ മോത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചോരല്ല, ഒരു രൂപല്ല, തൊലിയൊക്കെ ചുളിഞ്ഞിട്ടുണ്ട്, സംസാരത്തിന് നല്ല ലെവലില്ലായിരുന്നു വാപ്പ മരിക്കുമ്പോ. അങ്ങനത്തെ ഈ ബാപ്പാന്റെ കബറിന്റെ പുറത്ത് ഇങ്ങനെ കുത്തുന്നിട്ട് ബാപ്പാക്ക് വേണ്ടി നേരത്തെ ഈ പൊള്ളുന്ന വെയിലത്ത് നിന്നിട്ട് മൗലി ഇത് കയ്യിലപ്പോ എന്താ ചെയ്യാ? അതിന് വൈകുണ്ട്. എന്താ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാല് മറവ് ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കലിനെ തേടുക. അതേ പ്രകാരം അവന് സ്ഥിരചിത്തത കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോഴവൻ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതല്ലേ പ്രശ്നം? ശരി, അത് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നിട്ട് മറവ് ചെയ്തതിന് ശേഷം മൊല്ലാക്ക അല്ലെങ്കിൽ മുസ്ലിയാര് വന്നിട്ട് ആ കബറിന്റെ തിരക്കുംഭാഗത്ത് ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുക, യാ അബ്ദല്ലാഹി ഇബ്നു അമത്തില്ലാഹി ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ അളീമാനിൽ കരീമാനിൽ സായിലാനിൽ അസ്റഖാനി മുൻകറുൻ വനകീർ വഇദാ സഅലാക മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയ്യുക വമാ ഖിബ്ലതുക فقل الله ربي ومحمد النبي والقرآن وإمامي والكعبة قدرتي والمؤمنون إخواني. ഇപ്പൊ പറഞ്ഞു കൊടുക്കുക ആർക്ക്? മരിച്ച ആൾക്കേ, ഖബറിലേക്ക്. അപ്പോ ഇനിയിപ്പോ ബേജാറില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ എന്താണ്? അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് മലക്കുകൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള ശക്തി കൊടുക്കണേ പഠിച്ചോണേ എന്ന് പഠിച്ചോനോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞേ. പക്ഷെ അതിന് ഒരുപാട് പ്രയാസമുണ്ട്. അതിന് ആ ചോദ്യം ഉത്തരവായിട്ട് പറഞ്ഞു കൊടുത്താലോ കുഴപ്പമില്ലല്ലോ. എന്തൊരു പാവം പടച്ചോനെ പറ്റി അവര് മനസ്സിലാക്കിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. പടച്ചോൻ അവിടുന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളെ പറഞ്ഞേക്കുക. മലക്കുകൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ ചോദ്യവും ഉത്തരവും ഇവനായിട്ട് പറഞ്ഞു കൊടുക്കുക. ക്വസ്റ്റ്യൻ ഔട്ടാക്കുക എന്നാ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത്. വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻ ഔട്ടാക്കിയതിന്റെ പേരിൽ പിടിയില്ല. അപ്പോ ഇത് അയക്കുന്ന പടച്ചോൻ എന്തൊരു പോയത്തക്കാരനാ. പടച്ചോൻ എന്നിട്ട് ആളെ പറഞ്ഞയച്ച് മോനിവിടെ വന്നിട്ട് മൻ റബ്ബുക, അല്ലാഹു റബ്ബി. കാരണം ഇവൻ പണ്ടത് വിശ്വസിച്ചിട്ടൊന്നുമല്ല, വല്ലാക്ക പറഞ്ഞ് ഇപ്പൊ ഓർമ്മയിലുണ്ട്, ഇപ്പാണ് പറഞ്ഞു പോയിട്ടല്ലുള്ളൂ, മറന്നുമില്ല. അങ്ങനെ ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവരുടെ കണക്ക് കൂട്ടൽ എന്തുമാത്രം ചെറുതായി പോകുന്നു നിങ്ങൾ ചിന്തിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരാൾ മരിച്ചിട്ട് ആ തലക്കുമ്പാർ തിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? തന്നെയല്ല, അലിപ്പ് വളഞ്ഞോ തിരിഞ്ഞോന്ന് ജീവിതകാലത്ത് ഒന്നും അറിഞ്ഞുകൂടാത്ത പാത്തുമ്മ മരിച്ചാലും മുഹമ്മദ് മരിച്ചാലും ഏത് കോതം മരിച്ചാലും നീണ്ടൊരു അറബി പ്രസംഗ മൂപ്പര് ചെയ്യുന്നത്. ആര്? വല്ലാക്ക. ഇവനിത് മരിക്കുമ്പോഴേക്ക് അറബി പഠിക്കാം. ഒരു മനുഷ്യൻ മരിക്കാന്ന് വെച്ചാൽ അറബി പഠിക്കാന്നതിന്റെ അർത്ഥം അല്ലല്ലോ. മരിച്ചൊരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇവൻ ഇത്ര നീളത്തിലെ അറബിയിൽ ഇത് പറഞ്ഞു കൊടുത്ത് ഓനെങ്ങനെ മനസ്സിലാകുന്നു? കേൾക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യമല്ല അള്ളാഹു റസൂൽ പഠിപ്പിച്ച ദീൻ. പക്ഷെ ഇതൊന്നും ബുദ്ധിയിൽ ഒതുങ്ങൂല. പക്ഷെ ഇത് സ്വീകരിക്കാൻ ആളുണ്ട്. കാരണം എളുപ്പമാണല്ലോ. പാപ്പാന്റെ കബറും പുറത്ത് നിന്നിട്ട് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ ഇത് പറഞ്ഞു കൊടുക്കല് വലിയ വിഷമല്ലേ. വല്ലാക്കാക്ക് 2 ഉറുപ്പിക എടുത്താൽ മൂപ്പരെ കാര്യം കഴിഞ്ഞു. അങ്ങനെ എളുപ്പത്തിൽ ഓന്റെ അന്തസ്സു വിൽക്കാതെ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കാനും സാധിക്കും. ഇങ്ങനെ എളുപ്പ വഴികളാണ് വിദഅത്തുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു സത്യം. നബിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അത് നെയ്ച്ചോറ് കൊണ്ട് കഴിഞ്ഞു,
റബീഉൽ അവ്വലില് മൊലിയാർക്ക് വല്ലതും കൈമടക്ക് കൊടുത്താൽ അത് തീർന്നു. പിന്നെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച തെസ്ബീഹിന് പകരം ബാപ്പാനോട് സ്നേഹം കാണിക്കാൻ വല്ലാക്കാക്ക് 2 ഉറുപ്പിക കൊടുത്താൽ അത് കഴിഞ്ഞു. അങ്ങനെ ഓരോ വിധേയത്വങ്ങൾ എടുത്തു നോക്കി. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിധേയത്തുണ്ട്. എന്താണെന്നറിയോ? ഒരാൾ മരിച്ചാല് 10,000 നാരിയത്ത് സ്വലാത്ത് ചെല്ലിയിട്ട് അയാളെ പേരിൽ അങ്ങോട്ട് ഹദിയ ചെയ്താൽ അയാള് നരകത്തിന്റെ അയലുകാരനാണെങ്കിലും സ്വർഗത്തിൽ കടക്കുന്ന. പൈസ ഉള്ളവന് സ്വർഗത്തിൽ പോകാൻ ഇത്ര കുറിയ മാർഗം വേറെ ഏതാണുള്ളത്. ഒരാള് പൈസക്കാരൻ മരിച്ചു നിൽക്കാം, മോന് 10,000 10,000 ബാപ്പാക്ക് വേണ്ടിയിട്ട് ബാപ്പ നരകത്തുനിന്ന് സ്വർഗത്തിലെത്താൻ ചെലവാക്കാൻ വലിയ വഴി ഉണ്ടാവില്ലോ. കുറെ മൊലിയാന്മാരെയോ മൊല്ലാക്കന്മാരെയോ ഒക്കെ വിളിച്ചിട്ട് നാരിയത്ത് സ്വലാത്ത് ഇല്ല. നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ മോശം. നാറെന്ന് പറഞ്ഞാൽ തീയാണെന്ന് നമുക്കറിയാലോ. നാരിയത്ത് സ്വലാത്ത് ഖത്തർ എന്ന് പറഞ്ഞാൽ നാടാണ്. ഖത്തരി എന്ന് പറഞ്ഞാലോ ഖത്തറുകാരൻ. അതുപോലെ ഈ അവസാനത്തിൽ നിസ്ബാന്റെ യാ ചേർത്താൽ അതിലേക്ക് ചേർത്തി പറയല. അപ്പൊ നാറ് എന്ന് പറഞ്ഞാൽ തീയ് എന്നാണ് അർത്ഥം. അപ്പൊ നാരിയത്ത് എന്ന് പറഞ്ഞാൽ തീയൻ ഫലാത്ത് എന്ന് പറയാ, അല്ലെങ്കിൽ തീയിന്റെ ഫലാത്ത് എന്ന് പറയാ. ആ തീയിന്റെ ഫലാത്ത് ചെല്ലിയാ മദീന. ഇതും അതിന്റെ അങ്ങേപ്പുറം വേറൊരു തമാശ എന്താണെന്നറിയോ? ഈ ഇറാഖില് നാസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം നാരിയത്ത് സ്വലാത്ത് ഉണ്ടാക്കി. അപ്പൊ ഇയാളെ പേര് ഇബ്രാഹിമുൽ നാസിയ എന്നാണ്. നാസിയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ റാവിനൊരു പുള്ളിയിട്ടതാണല്ലോ. ഏതോ ഒരു എഴുത്തുകാരനോട് എഴുതിയപ്പോ പുള്ളിയിടാൻ മറന്നു. അപ്പൊ നാസിയ എന്നുള്ളത് നാരിയ എന്ന് വായിച്ചു. പിന്നെ ഉള്ള ആളുകളൊക്കെ നാരിയ എന്ന് വായിച്ചു. ഇപ്പൊ ഇബ്രാഹിം സലാത്തുൻ നാരിയ എന്നായി. മൊയ്യാരോട് പറഞ്ഞു കൊടുത്താലോ? അത് പണ്ട് കൊണ്ടോട്ടിന്ന് ഒരാൾ വേദ പറഞ്ഞ കഥ അറിയുന്നത്. പണ്ട് എന്താ അറിയോ? ഈ തങ്ങന്മാർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ കൊണ്ടോട്ടി തങ്ങന്മാരൊക്കെ തീയന്മാരാണ് എന്ന് മൊയ്യാർ വേദ പറഞ്ഞു. അതിൽ തങ്ങളെ മുരീദന്മാരെല്ലാം കൂടി എന്താണ് ഈ പറഞ്ഞ് തങ്ങന്മാര് തീയന്മാരോ? മൂമിനീങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടല്ലേ? ഞാൻ പറഞ്ഞ എന്താണ്? കൊണ്ടോട്ടി തങ്ങന്മാരെ നാവുകൊണ്ട് വല്ലതും പറഞ്ഞാല് തീയോണ്ട് ചുട്ടമാതിരിയാണ്. അത്രയും വലിയ കറാമത്തുള്ള ആരാന്ന് പറഞ്ഞ് ഉഷാറായി. തങ്ങളെ കറാമത്തല്ലേ പറഞ്ഞ്. അതുപോലെ ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഫലം തീ കൊണ്ട് ഫലം കിട്ടുന്ന മാതിരി പെട്ടെന്ന് ഫലം കിട്ടുന്ന അതിന്റെ അർത്ഥം എന്നാ. അങ്ങനെ ഒരു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റവായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഇത് 10,000 ചൊല്ലിയിട്ട് മരണപ്പെട്ട ഒരാളുടെ മേൽ ഹദിയ ചെയ്താലോ നരകത്തിന്റെ അയലുകാരനാണെങ്കിൽ സ്വർഗത്തിൽ കടക്കുന്ന അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രചരണം. ഇങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവനൊക്കെ നരകത്തിലും പണക്കാരനൊക്കെ സ്വർഗത്തിലാ വരിക. കാരണം പൈസ ഉള്ളവന് ഈ നാരിയത്ത് സ്വലാത്ത് 10,000 ജപിക്കാൻ പ്രയാസമല്ല. അങ്ങനെ പടച്ചാമ്പുരാനുള്ള പഠിപ്പിച്ചൊരു ദീൻ ഉണ്ടാവുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാഹ് ആദിലാകുവോ? നീതിമാനാകുവോ? ഇല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്തതും. അത് അതിനുശേഷം ഉണ്ടായ സ്വലാത്താണ്. അതുപോലെ കുത്തുബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒന്നില്ല. മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിന്റെ പേരിൽ ഉണ്ടായതാണ് കുത്തുബിയത്ത്. മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിറിന്റെ ജീലാനിന്റെ പേരിലുണ്ടായ കുത്തുബിയത്ത് ചൊല്ലിയിട്ടല്ലേലോ ഏതായാലും മൊഹീദ്ദീൻ ശൈഖെങ്കിലും സ്വർഗത്ത് പോവാന്ന് വിചാരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അഥവാ സഹാബികളുടെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ ഒന്നും ആരില്ല. മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനില്ല. അപ്പൊ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉണ്ടാകുന്നത് തന്നെ 5-ാം നൂറ്റാണ്ടിലാണ്. ഈ 5-ാം നൂറ്റാണ്ടിലുണ്ടായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് കുത്തുബിയത്ത് ഉണ്ടാക്കുന്നത് അതിനുശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. ആ കുത്തുബിയത്ത് എല്ലിയിട്ടാണ് ആളുകൾ സ്വർഗത്തിൽ പോകുന്നതെങ്കിൽ സഹാബികളും താബികളും താബികളും ഒന്നും ഇതുകൊണ്ട് സ്വർഗത്തിൽ പോകില്ലല്ലോ. ഞങ്ങൾക്ക് പറയാനുള്ളത് സഹാബികൾ പോയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് പ്രവർത്തിച്ചുകൊണ്ട്, താബികൾ ചെയ്ത കാര്യങ്ങൾ എന്തുണ്ടോ അത് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം നാം സ്വർഗത്തെ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഇവിടെ എത്ര പിടിച്ച് നിലവിളിച്ചിട്ടും അവരൊക്കെ തന്നെ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്തായിരിക്കും സ്ഥിതി എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ അറബി അറിയുന്ന ആളുകൾക്ക് ഈ പാട്ടൊക്കെ എടുത്ത് പാടി നോക്കിയാൽ, അല്ലെങ്കിൽ ഈ കുത്തുകേരത്ത് എടുത്ത് എഴുതി നോക്കിയാല് അതിന്റെ കോലെന്താണെന്നറിയങ്ങള്?
വനജ്ജിനി മില്ലല്ലാ ഫീഹാ മഹാലിക്കുഹാ സുൽത്താന കുല്ലി വലിയ മുഹയ്യദ്ദീനി. കുത്തുബിയത്തുള്ള വരികളാ. പടച്ചോനെ, അത് കേൾക്കുമ്പോ ഈമാനുള്ള മനുഷ്യന്, പരലോകത്തെ സംബന്ധിച്ച് ബോധമുള്ള മനുഷ്യന് എന്തൊരു വിഷമായിരിക്കുന്നു നോക്കുകള്. വനജ്ജിനി മിൻ ലളാ. ലളാ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ പേരാണ്. ലളാ എന്ന നരകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഫീഹാ മഹാലിക്കുഹ, അതിന്റെ എല്ലാ വിപത്തുക്കളും അതിന്റെ എല്ലാ ഹലാക്കുകളും ആ നരകത്തിലുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്ന ആരോടാണ്? സുൽത്താന കുല്ലി വലിയ മുഹയ്യദ്ദീനി, എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവായ സുൽത്താനായ മുഹയ്യിദ്ദീൻ ശൈഖേ, നാളെ പരലോകത്ത് വെച്ച് ലളാ എന്ന നരകത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ, എന്നെ അങ്ങ് രക്ഷിക്കണമേ. ആ രംഗെന്താണ്? യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. എല്ലാ അമ്പിയാക്കന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ അമ്പിയാക്കന്മാരും എന്റെ ശരീരമേ, എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്ത് വെച്ച് മുഹയ്യിദ്ദീൻ ശൈഖ് ഇവന്റെ രക്ഷ നോക്കി നടക്കുക. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ മുരീദന്മാരാരിലുണ്ട്, അവരെ ഇങ്ങോട്ട് പോരി, നിങ്ങൾ നരകത്തിലേക്ക് നിങ്ങളില്ല, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ. അതിന് തെളിവുണ്ട്. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. മുഹയ്യിദ്ദീൻ മാല എന്ന് പറഞ്ഞ കൃതിയുണ്ട്. അതിൽ പറയാണ്, മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരിക്കലും പറയാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാണ്, നിന്റെ മുരീദാരും നരകത്തിലില്ല എന്ന് നരകത്തിനെ കാക്കുന്ന മലക്കിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂപ്പരെ മുരീദായാ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവും ചെയ്യും. കാരണം എന്താ അറിയോ? ജനങ്ങൾ സ്വർഗത്തിലും നരകത്തിലൊക്കെ എത്തുന്നത് എപ്പോഴാ? ഹിസാബിന്റെ ശേഷല്ലേ. മൂപ്പർ ഇപ്പൊ നരകം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ എത്താനാവുന്നേ ഉള്ളൂ. അത് എത്തൂല എന്നുള്ളതിന് തെളിവല്ല എന്നർത്ഥം. ഇങ്ങനെ മനുഷ്യരെ വികാരം സ്വാധീനിച്ച് അവരെ വഴിപിഴപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അറിയില്ലേ? മുഹയ്യിദ്ദീൻ മാല, സിപായി മാല, മമ്പറം മാല, മലപ്പുറം മാല, അങ്ങനെ ഒരുപാട് മാലകൾ. ഈ മാലകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ മാലകൾ തന്നെ എന്താക്കിയിട്ടുണ്ടെന്നറിയോ? തമ്മിൽ വിമർശനായി. മുഹയ്യിദ്ദീൻ മാല എടുത്തിട്ട് അത് വെച്ച് പാടുക, എന്നിട്ട് റിഫായി മാലയും കൂടി പാടിയാല് റിഫായി മാല മുഹയ്യിദ്ദീൻ മാലന്റെ വിമർശനായിരിക്കും, അതിനെ കണ്ണിക്കലായിരിക്കും. അക്കാലഘട്ടത്തിൽ, അതായത് ഈ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റും മറിച്ചൊക്കെ വരുന്നതിന് മുമ്പും ജനങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം പിടിച്ചു നിന്നെങ്കിലല്ലേ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അന്നൊക്കെ തരീക്കത്തിന്റെ കാലഘട്ടം. തരീക്കത്തിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാന്ന് വെച്ചാല് ഏത് തരീക്കത്തിലാണ് കൂടുതൽ ആളുകൾ എന്നാണ് വാശി. അങ്ങനെ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേര് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ തരീക്കത്താണ് ഖാദിരി തരീക്കത്ത്. ഖാദിരി തരീക്കത്തിന്റെ ആളുകൾ എന്താക്കി? മുഹയ്യിദ്ദീൻ ശൈഖിനെ പുകഴ്ത്തിയിട്ട് പാട്ടുണ്ടാക്കി. അതില് ആ കവിയുടെ ഭാവനക്കൊത്ത പല ജാതി കാര്യങ്ങളും മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ വെച്ചിട്ട്. അപ്പൊ നോക്കുമ്പോ അന്നുള്ള ആളുകൾക്ക് അത്രയല്ലേ വിവരമുള്ളൂ. ആളുകള് ഇതൊക്കെ ശരി തന്നെയായിരിക്കും. ആളുകൾ അങ്ങോട്ട് പോയി. പോകാൻ തുടങ്ങിയപ്പോ റിഫായി തരീക്കത്തുകാരന് ഓന്റെ ഭാഗത്തേക്ക് ആളെ കിട്ടണമല്ലോ. ഓൻ വേറൊരു മാല ഉണ്ടാക്കി. മാല ഉണ്ടാക്കിയ എന്താ വെച്ചാൽ ഖാദിരി തരീക്കത്തുകാരനുണ്ടാക്കിയ മുഹയ്യിദ്ദീൻ മാലന്റെ കണ്ണനം. അങ്ങനെ ഓരോ വരി എടുത്തിട്ട് മറ്റൊരു ഒപ്പിച്ചു കൊടുത്താൽ നല്ല രസാ. മുഹയ്യിദ്ദീൻ മാലയിലുണ്ട്, മുതലായ റമളാനില് 30 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ. എന്റെ ശൈഖായ മുഹയ്യിദ്ദീൻ ശൈഖ് എന്ന് പറഞ്ഞ ആരാന്നറിയോ? പരിശുദ്ധ റമളാൻ മാസത്തിൽ 30 ദിവസവും മുല കുടിക്കുന്ന പ്രായത്തിൽ മുല തൊടാതെ, അഥവാ പകല് മുഴുവനും നോമ്പ് നോറ്റ മഹാനാണ്. മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ നോമ്പ് വെച്ചു. 30 ദിവസവും, ഒരു ദിവസം 2 ദിവസം ഒന്നല്ല. ഇനി 29 എന്ന് പറഞ്ഞു വെച്ചാല് സിപായി മാലക്കാരന് 30 എന്ന് പറയായിരുന്നു. അറബി മാസം 30 മേലെ ഉണ്ടാവില്ലോ. അപ്പൊ മൂപ്പരിങ്ങനെ ആലോചിച്ചിട്ട് മുന്നമ്മോരേകലാൽ 40 നാളിലും മുല കുടിക്കും കാലം മുലനെ തൊടാതോവർ. സിപായി മാല എന്റെ ശൈഖ് 30 ദിവസമല്ലേ നോമ്പ് വെച്ച്, എന്റെ ശൈഖ് 40 ദിവസം.
40 ദിവസം നോമ്പില്ലല്ലോ. മുന്നം വരെ ഒരു പഠിച്ചോലെ ഒരു ഓർഡിനൻസ് ഉണ്ടായിരുന്നു മൂപ്പർക്ക് 40 ദിവസം നോമ്പ് വെക്കാൻ. അങ്ങനെ 40 ദിവസം നോമ്പ് വെച്ചിട്ടുണ്ട് മുല പിടിക്കുന്ന പ്രായത്തില്. ഓരോന്നും മൊയ്തീൻ ശേഖനെ പറ്റി പറഞ്ഞു. എന്റെ ശേഖ് എന്ന് പറഞ്ഞ ആരാന്നറിയോ? കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന്മേൽ കായായി നിറച്ചോവർ. എന്റെ ശേഖ് എന്ന് പറഞ്ഞാല് ഫലങ്ങളില്ലാത്ത കാലത്ത്, അതായത് മാങ്ങല്ലാത്ത കാലത്ത് മാങ്ങ, കാരക്കല്ലാത്ത കാലത്ത് കാരക്ക, മുന്തിരിങ്ങ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത കാലത്ത് മുന്തിരിങ്ങ. മൊയ്തീൻ ശേഖ് ഇങ്ങോട്ട് പറയാ, കഴിച്ചോ എന്ന് പറഞ്ഞാൽ മരത്തിന് മുകളിൽ ഫലം ഉണ്ടാലായി. അതുപോലെ തന്നെ കരിഞ്ഞു പോയൊരു മാവാണ് നിൽക്കുക മൊയ്തീൻ ശേഖ്, തളിർക്ക് എന്ന് പറഞ്ഞാൽ അത് തളിർക്കലായി. അങ്ങനെയാണ് എന്റെ ശേഖ്. അപ്പോ സിപായിമാരക്കാരൻ പറഞ്ഞു, എന്റെ ശേഖ് ഉണ്ടായ മരം കരിഞ്ഞതിനെ പറ്റിയല്ല ഇപ്പൊ പറയുന്നത്, എന്റെ ശേഖിനെ പറ്റി കേൾക്കണോ? കനിയാത് നട്ടിട്ട് തീയും വളം വെച്ച് അക്കാനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തവർ. ചെടി നട്ടപ്പോ തന്നെ മൂപ്പര് വളം വെച്ച് തീയ, ആ തീയില് ഇങ്ങോട്ട് വളർന്നു മൂപ്പര് വെച്ചതടി ചെടി. എന്നിട്ട് ആ കനി അഥവാ അതിന്റെ ഫലം എടുത്തിട്ട് എല്ലാവർക്കും തിന്നാൻ കൊടുത്ത മഹാനാണ് എന്റെ മഹാൻ, എന്റെ ശേഖ് എന്നാണ്. പിന്നെ മൊയ്തിമാരെ പറഞ്ഞു, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ മൂപ്പര് കണ്ണുകൊണ്ട് കണ്ട പോലെ നേർക്ക് നേരെ ഇങ്ങോട്ട് പറയുന്ന മഹാനാണ്. മൂപ്പർക്ക് ഗൈബ് അദൃശ്യമായതൊന്നുമില്ല, മനസ്സിനുള്ളിലുള്ള മൂപ്പര് പറയും. ഈ സ്ഥലത്തിലില്ലാത്തൊരു കാര്യം സംബന്ധിച്ച് മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് പറയും. മൂപ്പർക്ക് അത്ര അറിവുള്ള ആളാണ്. സിപായിമാരൊക്കെ പറഞ്ഞതറിയാം, തനി ബണ്ടലല്ലേ ഇത്. മൊയ്തീൻ ശേഖും നിപ്പായി ശേഖും കൂടി ഒരു ദിവസം കളിക്കാം, ഒളോളി കളിക്കാൻ. നമ്മള് കുട്ടികളില്ല കളിക്കുന്നത്, അവിടെയും ഇവിടെയൊക്കെ ഇപ്പൊ ഒളിച്ചിട്ട്. അതുപോലെ കളിക്കുമ്പോ മൊയ്തീൻ ശേഖിന്റെ കണ്ണിന്റെ പിരിയത്തുമ്പോ കയറിയിട്ട് നിപ്പായി ശേഖ് ഒളിച്ചു. എന്നിട്ട് മൊയ്തീൻ ശേഖ് ഇങ്ങനെ നോക്കി നടക്കുക എവിടെ പോയി. അതെ, ഖാജ മൊഹീദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിനിടെ ഒളിച്ചോവർ. റിഫായിമാലയാണ്. മനസ്സിലുള്ളത് പറയും, സദസ്സിലില്ലാത്തത് പറയും എന്ന് പറഞ്ഞ മനുഷ്യൻ അയാളെ കണ്ണിന്റെ പിരിയത്തിന്റെ മുകളിൽ തന്നെ ഒളിച്ചിട്ട് കണ്ടിട്ടില്ല. എന്നിട്ടല്ലേ വേറെ മനസ്സിലുള്ളത് കാണുന്നത്? ബണ്ടലല്ലാതെ മറ്റെന്താണ് എന്നാണ് സിപായിമാരക്കാരൻ ചോദിക്കുന്നത്. അങ്ങനെ ഓരോ വരികളും, ആ വരികൾ എടുത്ത് പറയാൻ എനിക്ക് സമയം വിറ്റാലല്ല, ജനങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ. കാരണം ഇവര് പറഞ്ഞ ഓരോരോ പവ്യാറ്റുകൾ, വഷളങ്ങൾ. ഒരിക്കൽ പറഞ്ഞു, എന്നെ പിടിച്ച വേറേതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്റെ തരീഖത്തിൽ ആരെങ്കിലും ചേർന്നാ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് അവനെ കാക്കാൻ. ഇനി അവർ നല്ല അമലം ചെയ്തിരാ നിൽക്കുക, എന്നാലോ എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അപ്പൊ ഒരാള് മൊയ്തീൻ ശേഖിന്റെ ഖാദിരി തരീഖത്തിൽ ചേർന്നാൽ ഓൻ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. റിഫായി തരീഖത്തുകാരൻ എന്താ പറയാനുള്ളത്? അപ്പൊ റിഫായി തരീഖത്തുകാരന്റെ വക ഒരു ഭീഷണി എന്താണെന്നറിയോ? എന്റെ തരീഖത്തിൽ ചേരാതോർക്കൊക്കെയും എന്റെ മുസീബത്ത് എത്തും അതെന്നോവർ. മറ്റൊന്നൊരു ചേർന്നാൽ രക്ഷ കിട്ടുന്നല്ലേ, നമ്മൾ ചേർന്നിട്ടില്ലെങ്കിൽ അത് ആഭൂത്തും. ഇങ്ങനെ ഈ 2 മാലകളും എടുത്തു വെച്ച് നോക്കിയാൽ, ഈ മാലകൾ കഴിച്ചുള്ള ബാക്കിയുള്ള മാലകളുണ്ടല്ലോ, അതെടുത്ത് വെച്ച് നോക്കിയാൽ അതിന്റെ മറ്റൊരു പകർപ്പുകളാണ്, ഓരോ പകർപ്പുകളാണ്. ഇങ്ങനെ ഓരോ കവിയുടെയും ഭാവനക്കനുസരിച്ച് കൃതികൾ ഉണ്ടാക്കിയിട്ട് ഇതാണ് ഇസ്ലാമിന്റെ കാര്യമായ അമലുകൾ, ഇതുകൊണ്ടാണ് മനുഷ്യൻ മുസ്ലിം ആകുന്നത് എന്ന് ഈ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ നൂലാമാലകളിലും മൗലിദുകളിലും താത്തീബുകളിലും മനുഷ്യന്റെ വിശ്വാസത്തിനെയും ആചാരത്തിനെയും കെട്ടിയിടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാഹി പ്രവർത്തനം ഇവിടെ രംഗത്ത് വന്നത്. എന്നിട്ട് പറഞ്ഞു, എന്ത്, നിങ്ങള് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ചെയ്തിരിക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുകയും അവർ ചെയ്തിരിക്കുന്ന അമലുകൾ ചെയ്യുകയും വേണം, അതിലധികം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് മുരിയാമാർ ഇപ്പോഴും പറയൽ നിർത്തിയിട്ടില്ല, 921 മടങ്ങണങ്ങൾ എന്ന് പറഞ്ഞാല് ഈ മാലയും മൗലൂദ് ഇസ്ലാം ദീന ഇന്ന് രക്ഷനായിട്ട് കാണുന്ന ആ കാലഘട്ടത്തിലേക്ക് മടങ്ങണം.
നമ്മൾ പറയുന്നത് 921 അങ്ങോട്ടല്ല, ഹിജ്റ 1-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങണം. അവര് പഠിച്ചിരുന്ന ദീനുൽ ഇസ്ലാം, അവർ പ്രചരിപ്പിച്ചിരുന്ന ദീനുൽ ഇസ്ലാം, അന്നുണ്ടായിരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അതെന്താണോ അതാണ് ഈ സമൂഹം ഉൾക്കൊള്ളേണ്ടത്. ഇത് വേറൊരു കേൾക്കണം. ഒരാചാരം അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു നിലയ്ക്ക് പുതിയൊരാചാരം കണ്ടു. ഒരു അനാചാരം വന്നു, അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ച് അതൊക്കെ അങ്ങോട്ട് പോയാൽ വേറൊരു അനാചാരം അറിയാത്ത മാർഗത്തിൽ ഇങ്ങനെ കയറി വരും. അന്ധവിശ്വാസം. ഉദാഹരണമായിട്ട് ഇപ്പോ ഈ പാട്ടൊക്കെ മാറ്റിയിട്ട് ശരി, എന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ മാപ്പിളപ്പാട്ട് ഇളയിലെ മാപ്പിള പാട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് നോക്കുമ്പോ അതിലുള്ളത് അത് ഇബാദത്താന്ന് വിചാരിച്ചൊന്നും ചെല്ലലല്ല, അതുകൊണ്ട് കാര്യം ഉണ്ടെന്ന് വിചാരിച്ചതല്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ എടുത്തു നോക്കിയാലോ അതിലുള്ള ഒക്കെ അപകടങ്ങളാ പലതും. ഇക്കാണും ലോകങ്ങളെല്ലാം പാടയ്ക്കുവാൻ ഹക്കായ കാരണം അവരല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പാട്ടാണ്. ഈ ലോകം മുഴുവനും പഠിക്കാൻ കാരണം ആരാണ്? മുഹമ്മദ് നബിയാണ്. അപ്പൊ നബിക്ക് വേണ്ടിയിട്ടാണ് ദുനിയാവ് മുഴുവൻ പടച്ചതെന്നൊരു വിശ്വാസം പണ്ടുണ്ടായിരുന്നു. അതെ, നബിയെ തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ നാം പടയ്ക്കുകയില്ലായിരുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു എന്നാ ഒരു ഹദീസിൽ. ആ ഹദീസ് കളവാണ്, അത് മൗദൂആണ്, ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത വിശ്വാസമാണ്. നബിക്ക് വേണ്ടിയിട്ടല്ല ദുനിയാവ് പടച്ചത്, പിന്നെയോ ദുനിയാവിന് വേണ്ടി നബിനെ പടച്ചതാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക പ്രവാചകനെ നിന്നെ ഞാൻ നിയോഗിച്ചിട്ടില്ല ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ നബി ലോകത്തിന് അനുഗ്രഹമാണ്, ലോകം നബിയുടെ അനുഗ്രഹം, നബിക്ക് അനുഗ്രഹമല്ല. ഈ വിശ്വാസത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോ എന്താക്കിന്നറിയോ? പാട്ട് കൂടെ ഇക്കാണും ലോകങ്ങളെല്ലാം പാടയ്ക്കുവാൻ ഹക്കായ കാരണം അവരല്ലോ. ആ വിശ്വാസം തന്നെ ജനങ്ങളുടെ മനസ്സിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒഴിവാക്കി, വേണ്ട. മൊയ്തീൻ ശേഖന്റെ ജന്മദിനം അത് ഒഴിവാക്കി. എന്നാ നമ്മുടെ കുട്ടിന്റെ ജന്മദിനാക്കുക. ഇപ്പൊ അവിടെയാണല്ലോ നബിന്റെ ഒഴിവാക്കി, മൊയ്തീൻ ശേഖന്റെ ഒഴിവാക്കി, റിഫായി ശേഖന്റെ ഒഴിവാക്കി. എന്നാ മോളതാക്കട്ടെ, അല്ലെ മോന്റെതാക്കട്ടെ, മോനോടുള്ള സ്നേഹപ്രകടനം ബർത്ത്ഡേ അനുകരണാണിത്. ക്രിസ്ത്യാനികള് ആ ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് മുറിക്കുന്നുണ്ടപ്പോ ഞമ്മക്ക് കുട്ടിക്ക് പൂരിയായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കുട്ടീന്റെ ബർത്ത്ഡേ വരുമ്പോ ഞമ്മളും ഉണ്ടാക്കിയെടുക്കുക ബർത്ത്ഡേ കേക്ക്, എന്നിട്ട് അത് മുറിക്കുക. ഇത് കുറച്ച് കഴിയുമ്പോ ഇപ്പൊ ഒരു അനാചാരം എന്ന് പറഞ്ഞുകൂടാ. ഇപ്പൊ ഒരു ആചാരം വെറും സാധാരണ ഒരു പരിപാടി കുറച്ച് കഴിയുമ്പോ എന്താകുന്നറിയോ? അതും സുന്നത്താണ്. അതും സുന്നത്തായിട്ട് വരും. ഏതുപോലെന്ന് ചോദിച്ചാല് കുട്ടികളുടെ കാതുകുത്തില്ലേ, മേധക്കാതുകുത്തൽ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാലത്ത് ഈ കാത് കുത്താത്ത ആളുകളൊന്നും മാപ്പിള പെണ്ണുങ്ങളായിട്ട് കണക്കൂട്ടിയിരുന്നില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഒരു കാലത്ത് അമുസ്ലിം സ്ത്രീകളിൽ നിന്നും സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കാതുകുത്തുണ്ടാക്കി. പിന്നെ ഇസ്ലാമിന്റെ അടയാളം മാപ്പിള പെണ്ണാണോ എന്നുള്ളത് തെളിയാനുള്ള, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയാണോ എന്ന് തെളിയാനുള്ള അടയാളം എന്തായി? കാതുകുത്തായി. ഇതുപോലെ ഒന്ന് ആ അനാചാരം നമ്മൾ മെല്ലെ പറഞ്ഞ് ഇല്ലാണ്ടാക്കുമ്പോഴോ വേറൊരു നിലക്ക് വേറുന്നത്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഈ ബർത്ത്ഡേ. നമ്മൾ അവരിൽ നിന്ന് അനുകരിച്ചോളണമെന്നില്ലത്. ബർത്ത്ഡേ എന്നില്ല. നിങ്ങൾ നമ്മള് എത്ര മുസ്ലിങ്ങളുടെ വീടുകൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോ സ്റ്റോറുകളിലൊക്കെ ഈ ക്രിസ്മസിന് സ്റ്റാർ റൂട്ടിന് അല്ലേ? എന്താ അപ്പൊ അവരതിന്റെ തെളിവ് ആലോചിച്ചെന്ന് വെച്ചാല് യേശുവിനെ പ്രസവിച്ച സമയത്തുണ്ടായൊരു നക്ഷത്രം. യേശുവിൽ വിശ്വസിക്കുന്ന ആളുകള്, നമുക്കും യേശുവിൽ വിശ്വാസമുണ്ട്, യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വാസമുണ്ട്. ആ പ്രവാചകനാണെന്ന് വിശ്വസിക്കൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ച കാര്യമാണ്. അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഖുർആനിലെ വിശ്വാസം പൂർത്തിയാവില്ല, പ്രവാചകന്മാരുടെ വിശ്വാസം പൂർത്തിയാവില്ല. അതൊക്കെ ശരിയാണ്. അതേ സമയത്ത് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ആ ആരാധനയുടെ രൂപമായിട്ടാണ് സ്റ്റാർ തൂക്കുന്നത്. നമ്മളുമായി തൂക്കിയൊന്ന് എന്താ അങ്ങനത്തേലൊക്കെ തൂക്കിയപ്പോഴും നമ്മുടെ കുട്ടിയൊക്കെ ഒരു പൂതി ഒന്ന് വാങ്ങിക്കും. കൈക്കൊല്ലം തൂക്കി തീർന്ന് കഴിഞ്ഞ പോലെ എന്തേ സ്റ്റാർ തൂക്കിയില്ലല്ലോ, ഒരു പോരായിക സ്റ്റാർ തൂക്കി. അങ്ങനെ അതൊരാചാരായി വരുന്നു. ബർത്ത്ഡേ കേക്ക് അതൊരാചാരായി വരുന്നു. നമ്മളെന്തിന്? നമ്മുടെ സംസ്കാരം വളരെ പരിശുദ്ധമാണ്, അന്യൂനമാണ്.
ആർക്കും അതിനെ എതിർ പറയാനോ വിമർശിക്കാനോ കഴിയാത്ത വിധം അന്യൂനമാണ്. കാരണം അള്ളാഹുവിൽ നിന്നും ലഭിച്ചിരിക്കുന്ന സംസ്കാരത്തിന്റെ ഉടമസ്ഥന്മാരാണ് നാം മറ്റൊരാളോട് കടം വാങ്ങിയിട്ട് സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടതില്ല. കാലക്രമത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടില്ലേ? സുന്നത്ത് കഴിക്കുക, പുരുഷന്മാരെ സുന്നത്ത് കഴിക്കുക എന്ന് പറഞ്ഞ സംസ്കാരം അല്ലെങ്കിൽ ആ സ്വഭാവം ഇന്ന് ആ മുസ്ലിംകൾ അറിഞ്ഞും അറിയാതെയും അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രോഗങ്ങളും പല ക്യാൻസറുകളും ഉണ്ടാവാതിരിക്കാൻ സുന്നത്ത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് വലിയ വിശകലനമാരുടെ ഡോക്ടർമാരുടെ അഭിപ്രായം. അവരത് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ സംസ്കാരമാണ് ശരിയെന്ന് അവർ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് പോരാ, അവരുടെ സംസ്കാരം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പൂർത്തിയാകൂ എന്നുള്ള ഒരു ധാരണ. ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയോ? كيف تؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം സ്വീകരിക്കുകയും മറുഭാഗം അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഈ ലോകത്തെ നിസ്സാരത, പരലോകത്തിലോ ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യുന്ന. അപ്പോ നമ്മൾ ആരുടെയും സംസ്കാരം കണ്ടെടുക്കണ്ട. നമ്മുടെ സംസ്കാരം പവിത്രമാണ്, പരിശുദ്ധമാണ്, മാതൃകാപരമാണ്, ലോകത്തിന്റെ മാതൃകയാണ്. ആ അത്രയും പരിശുദ്ധായ സംസ്കാരം ആരുമില്ല. ബാക്കിയുള്ളതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ സംസ്കാരം. അതുകൊണ്ട് നമ്മൾ ആരുടെയും സംസ്കാരം കണ്ടെടുക്കാതെ, ആരുടെയും സംസ്കാരം നമ്മൾ ഇസ്ലാം ദീനിൽ കടത്തിക്കൂടാതെ ഇസ്ലാം ദീൻ തന്നെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ അവിടെ നമുക്ക് ആത്മധൈര്യം ഉണ്ടാവും. നമുക്ക് ആത്മധൈര്യന്റെ ഒരു കാര്യം ചെയ്യുമ്പോ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ആത്മധൈര്യം ഉണ്ട്. കാരണം പടച്ചവൻ പഠിപ്പിച്ചേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരാചാരാണ് ഞാൻ ചെയ്യുന്നത്, അതിൽ കളങ്കമില്ല. നോൽപരിശിക്കുമ്പോൾ നമുക്കതിൽ ശക്തിയുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന നോൽപ്പാണ് ഞാൻ നോൽക്കുന്നത്. മൗലൂദ് കഴിക്കുമ്പോഴോ നമുക്ക് ശക്തി കുറയും. കാരണം എന്താണെന്നറിയോ? ആര് പഠിപ്പിച്ച മൗലൂദാണ് ചെയ്യേണ്ടത്? മൗലൂദ് കിതാബ് കൊണ്ടെത്തിയ 500 ചില്ലാനം 513 വകകൾ അടങ്ങിയ മൗലൂദ് കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 500 മൗലൂദ് ഉണ്ട് അതിൽ നിന്നല്ലേ. ഇവൻ ഏത് മൗലൂദാണ് എടുക്കേണ്ടത് എന്നുള്ള ഇവനും സംഖ്യ. ഒരാള് റിഫായി ഷേഖിന്റെ ആളായിരിക്കും, വേറൊരാള് മൈദീൻ ഷേഖിന്റെ ആളായിരിക്കും, വേറൊരാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് പറ്റുന്ന മൗലൂദായി നിങ്ങൾ എടുത്തിട്ട് അതാണ് കഴിപ്പിക്കല്. ഓരോ ഏരിയയിലുള്ള മൗലൂദ് അവരങ്ങനെ കഴിപ്പിക്കല്. അതേ സമയത്ത് അള്ളാഹുവിന്റെ ആ റസൂല് കാണിച്ചു തന്ന മാതൃക അതാണെങ്കിൽ ആർക്കും ഒരു കാലത്തും ഭിന്നത അവകാശമില്ല, ഭിന്നാഭിപ്രായങ്ങൾക്ക് വകയില്ല. അതുകൊണ്ട് ആ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹു തആലയുടെ റസൂല് പറഞ്ഞ് പഠിപ്പിച്ചു പോയത് അതാണ്. ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോയ ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുക. ഒന്ന് അള്ളാഹുവിന്റെ കിതാബ്, മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂല്. വസ്ത്രധാരണ രീതിയിലാണെങ്കിലും നമ്മൾ വേറൊരാളത് കളെടുക്കേണ്ടയില്ല. നമ്മുടെ സംസ്കാരം തന്നെയാണ് ഏറ്റവും നല്ല സംസ്കാരം. നമ്മുടെ വസ്ത്രധാരണ രീതിയാണ് ഏറ്റവും നല്ല വസ്ത്രധാരണ രീതി. നമ്മുടെ ആചാരങ്ങളാണ് ഏറ്റവും പരിശുദ്ധമായത്. കാരണം ഇതിനെക്കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നന്മയാവണം നമ്മൾ ചെയ്യുന്നതാണല്ലോ. ഏറ്റവും നല്ല നന്മ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ, അഥവാ നാളെ പരലോകത്ത് കൂലി കിട്ടുന്നത് ഏതാണ് ആചാരമെന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ ഏത് ഗവേഷകരും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അത് അപ്രാപ്യമാണ്. പരലോകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റെന്ന് പറയാൻ ഇവിടുത്തെ ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൽ നിന്നും പഠിപ്പിക്കപ്പെടേണ്ടി വന്നു. അത് അള്ളാഹു തആല പഠിപ്പിച്ചു. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഫലം. മറിച്ച് ഇവിടെ ആളുകൾ പറയുന്നത് സ്വീകരിക്കപ്പെട്ടല്ലോ, ഓരോരുത്തർ പറയുന്നത് സ്വീകരിക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാവില്ല. ഏത് കാര്യമായിരുന്നാലും ശരി, നോൽബിന്റെ കാര്യമായിരുന്നാലും ശരി, സക്കാത്തിന്റെ കാര്യമായിരുന്നാലും ശരി, മറ്റേത് കാര്യങ്ങളായിരുന്നാലും ശരി, അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയുടെ കാര്യമായിരുന്നാലും ശരി, നമുക്ക് ഭംഗിയാവണം എന്നല്ലേ ഉദ്ദേശം. വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് എന്താ ഉദ്ദേശം? വസ്ത്രം ഔറത്ത് മറക്കണം, അതേ സമയത്ത് ഭംഗിയുണ്ടാവണം, അല്ലേ? എന്നാലേ ഏറ്റവും നല്ല ഭംഗിയുള്ള രൂപം ഏതാണെന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ. അള്ളാഹു തആല ഭംഗിയുള്ളവനാണ്, അള്ളാഹു തആല ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. ഏറ്റവും നല്ല ഭംഗി ഏതാണ്? അത് അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നു.
അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പഠിപ്പിച്ചു തന്നു, പുരുഷൻ ഇന്ന ഭാഗങ്ങളൊക്കെ മറയ്ക്കണം, അത് ഭംഗിയാണ്. സ്ത്രീ ഇന്ന ഭാഗങ്ങളൊക്കെ മറയ്ക്കണം, അത് ഭംഗിയാണ്. ആ ഭംഗി നമ്മൾ അംഗീകരിച്ചാൽ നമുക്കും ഭംഗി ഉണ്ടാവും. തുറന്നിട്ട് നടക്കലൊന്നും ഭംഗിയല്ലേ? നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ വന്ന് നോക്കുമ്പോൾ പല സാധനങ്ങളും നമ്മുടെ നാട്ടിലേതിനേക്കാൾ വളരെ നല്ല പാക്കിങ്ങുകളാണ്. വസ്തുക്കള്, ഭക്ഷണ സാധനങ്ങളായിരുന്നാലും സോപ്പായിരുന്നാലും മറ്റെന്ത് വസ്തുക്കളായിരുന്നാലും ഒക്കെ നല്ല ഭംഗിയുള്ള വസ്തുക്കളെ കൊണ്ട്, കടലാസ് കൊണ്ട്, മറ്റ് പൊതിയുന്ന വസ്തുക്കളെ കൊണ്ട് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതേ സമയത്ത് അത് പാക്കിംഗ് ഒന്നും ഇല്ലാതെ കണ്ട് ബൾക്കായിട്ടാണ് വരുന്നു വെച്ചാൽ ഇന്നത്തെ ഇതിന്റെ പകുതി ആകർഷകത്വം ഉണ്ടാവുകയും ഇല്ല. ഒരു ലക്സ് സോപ്പ് ആ പൊതിയൊന്നും ഇല്ലാതെ പീടിയിൽ നിങ്ങൾ എടുത്തു തരാൻ നിങ്ങൾ ആരും കൊടുക്കുവോ? 5 റുപ്യ കൊടുക്കൂല. അത് ആ പൊതിയോട് കൂടി തന്നെ അതിന്റെ ഭംഗി. ഇതുപോലെ തന്നെയാ പെണ്ണുങ്ങളും. അവർക്ക് അവരുടെ മറക്കേണ്ട സ്ഥലമൊക്കെ മറച്ചാൽ അതാണ് ഭംഗി. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കില്ല. കുറച്ച് സമയം പിടിക്കും. കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ കണ്ടുപിടിച്ചോളും. കുറച്ച് അധികം ആളുകൾക്കും പ്രായമാകുമ്പോഴാണ് മനസ്സിലായത്. എന്ത് ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ ചുളിഞ്ഞ് അവിടെ ഇവിടെ ഈ പാടൊക്കെ വരുമ്പോ പിന്നെ മറയ്ക്കും. കുറച്ച് താമസിക്കും ചില ആളുകൾക്ക് എന്ന് മാത്രം. ഇപ്പൊ ഓമനത്തുള്ള ആ ശരീരം ഞാനിങ്ങനെ അവർക്ക് ചിലപ്പോ പുരുഷന്മാർക്ക് എന്താണ് ഇതിൽ മാത്രം സ്വാർത്ഥമല്ലാത്തത്. ഏത് 10 പൈസ നല്ലൊരു കാര്യത്തിന് പറഞ്ഞാല് ഇറങ്ങൂല കീസേന്ന്. അതവിടെ വിട്ടാ പോയല്ലോ കയ്യിൽ നിന്ന് പിടിക്കും. അതുപോലെ പല കാര്യത്തിനും ഒരു സ്വാർത്ഥത. ഏത് കാര്യം നോക്കിയാൽ തനിക്ക് മാത്രം ആസ്വദിക്കാനുള്ള സ്ത്രീയുടെ ഭംഗി ആസ്വദിക്കുന്ന കാര്യത്തിൽ പുരുഷന് സ്വാർത്ഥതല്ല. അത് കുറച്ച് ആളുകൾ നോക്കിയിട്ട് ഇങ്ങനെ നുണയ്ക്കണം എന്ന് ഓന് തന്നെ തോന്നുക. അതാണ് ഫാഷന്. ചിന്ത വരുമ്പോൾ ആ മറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന സമയത്ത് മാറി വരും. ഞാൻ പറഞ്ഞു തന്നുകൊണ്ടെന്നാണ് വെച്ചാൽ ഏത് കാര്യത്തിലായിരുന്നാലും മുസ്തഫായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സ്വഭാവമാണ് ഏറ്റവും നന്മയുള്ളത്, ഏറ്റവും അള്ളാഹുവിന്റെ അടുക്ക് സ്വീകരിക്കപ്പെടുന്നത്, പരലോകത്ത് സ്വീകരിക്കപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് പുതിയതൊക്കെ ഒഴിവായി കളയാം. പുതിയ വസ്ത്രധാരണ രീതി, പുതിയ ആചാര സമ്പ്രദായങ്ങൾ, പുതിയ നേർച്ചകൾ, പുതിയ വഴിപാടുകൾ, പുതിയ പുത്രിയത്തുകൾ ഒക്കെ ഒഴിവായി കളയാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭംഗിയും ഖുശൂഉം അതാണെന്ന് തോന്നിയാലും ഒഴിവായി കളയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മാത്രം, അത് മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചു നോക്കി, ഈ ലോകത്തെ ഏറ്റവും നല്ല പരിഷ്കാരിവനായിരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ പോകാൻ ഓന് കഴിയും. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മില്ല അത് പറഞ്ഞുകൊണ്ടായിരിക്കും മോനെ ചെയ്യുന്നത്. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അവന്റെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മ വരും. ഒരു മനുഷ്യൻ കള്ളു കുടിക്കുമ്പോൾ ബിസ്മില്ലാതെയല്ലോ ഇല്ല, അവന്റെ മനസ്സ് അനുവദിക്കില്ല. ഈമാനിന്റെ ശിഖരം എവിടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ കള്ളു കുടിക്കുമ്പോൾ ബിസ്മില്ലാന്ന് ചെല്ലാൻ തോന്നൂല. അപ്പൊ എന്താ ഇപ്പൊ എനിക്ക് ബിസ്മില്ല എല്ലാം കഴിയാത്തത്? മദ്യം കഴിക്കുകയാണെങ്കിലും ഒരു തോന്നും. അപ്പൊ ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. കുറെ പ്രാവശ്യം ആ മനക്കുത്തുകൾ അവനിൽ ഉണ്ടാകുമ്പോൾ അത് അവന്റെ മനസ്സിൽ പാടുകൾ സൃഷ്ടിക്കും. പാടുകൾ സൃഷ്ടിച്ച് അതിനോട് വെറുപ്പുണ്ടാക്കി തീർക്കും. അതുപോലെ തെറ്റുകൾ ചെയ്യാണ്, ഏത് തെറ്റുകൾ ചെയ്യുകയാണെങ്കിലും സ്ത്രീ ആയിട്ട് സമീപിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം ഭാര്യന്റെ എടുത്തുകൊണ്ട് ഒരു അന്യ സ്ത്രീയുടെ അടുത്ത് പോകുമ്പോൾ ആരെങ്കിലും ബിസ്മില്ലോ ഇല്ല. എന്തെനിക്ക് സാധിക്കാത്തത്? ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. ആ തെറ്റ് 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 എന്നതിനെ സംബന്ധിച്ച് പല പ്രാവശ്യം തന്റെ മനസ്സിൽ ആവർത്തിക്കുമ്പോൾ അതവിടെ പാടുവരുത്തും. അങ്ങനെന്താ അവൻ അതിൽ നിന്ന് ഒഴിവാക്കും. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. മൻ അഹബ്ബനി ഫലസ്തന്ന ബിസുന്നതി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, എന്റെ സുന്നത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ സ്നേഹിച്ചു. ആരെങ്കിലും എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്നോട് കൂടി സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണെന്നറിയോ? ഏത് സമയത്തും ബിസ്മില്ലാഹിന്റെ ഒക്കെ വെള്ളം കുടിക്കുന്നു. അവന് പള്ളിയിലേക്ക് കയറുക, അത് വരച്ചുകാലി വെച്ചുകൊണ്ട് ഞാൻ കയറും. ബാങ്ക് കേട്ടാല് പള്ളിയിലേക്ക് പോകുക എന്നുള്ള ചിന്തയായിരിക്കും പിന്നെ അവന്റെ മനസ്സിലുണ്ടാവുക. നിസ്കരിച്ചതിന് ശേഷം അവന്റെ മനസ്സ് സ്വസ്ഥാവും. കാരണം അള്ളാഹിന്റെ വിളി കേട്ടു,
അള്ളാഹുവിന്റെ വായു ശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിലൂടെ അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി ജീവിക്കുന്ന ഞാൻ ആ റബ്ബിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ആ വിളി വരുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ കയ്യിൽ വെച്ചിട്ട് നിൽക്കാൻ അവന് സാധിക്കില്ല. ചിന്തയുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്. പള്ളി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ ആശ്വാസമായ ഇപ്പൊ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യം ഞാൻ ചെയ്തു തീർക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ ഓന് തെറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അവൻ എന്നോട് കൂടി സ്വർഗ്ഗത്തിലാണ്. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരുണ്ടാവൂല ലോകത്ത്. അമ്പിയാക്കന്മാരല്ലാത്ത സാധാരണ മനുഷ്യരൊക്കെ തെറ്റുകൾ ചെയ്തു. തെറ്റുകൾ ചെയ്താലോ ആ തെറ്റുകളിൽ നിന്ന് പൊറുക്കലിനെ തേടുക എന്നുള്ളത് അള്ളാഹുത്താല ആദ്യം പഠിപ്പിച്ചൊരു സ്വഭാവ മനുഷ്യനെ. അത് ശ്രദ്ധിച്ചോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചു അള്ളാഹ്. എന്നിട്ട് അതിന് പൊറുക്കലിനെ തേടി, എന്നിട്ട് അള്ളാഹ് പുറത്തു കൊടുത്തു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ട് വലാ തഖറബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് ഈ മരത്തിനടുത്തേക്ക് നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറപ്പിച്ച ആ റബ്ബ് തന്നെ മരത്തിനടുത്ത് പോയി തെറ്റ് ചെയ്തു. അള്ളാഹു തആല ഭൂമിയിലേക്ക് ഇറക്കി ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين എന്ന് പറഞ്ഞ് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ തെറ്റ് പാപമോചനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അള്ളാഹു തആല മാപ്പ് ചെയ്തു കൊടുത്തു. അപ്പോ ഈ തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തെറ്റുകൾ വന്നുപോയത് കൊണ്ട് ഞാനിത് ഒന്നിനും പറ്റാത്തവനാണ്, അല്ലെങ്കിൽ ഞാനേ നന്നാവൂല, ആ കാരണം ഒന്നും ആർക്കും ആവശ്യമില്ല. മാറാം. നമ്മുടെ മനസ്സുകൾ നന്നാകുമ്പോൾ അള്ളാഹു തആല നമ്മുടെ മനസ്സുകളിലേക്കാണ് നോക്കുക. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല അള്ളാഹ് നോക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിലേക്കാണ്. നിങ്ങളുടെ മനസ്സുകളിൽ നല്ല ചിന്തകൾ വരുമ്പോൾ അള്ളാഹു തആല അതറിയും. അള്ളാഹു തആല നല്ല ചിന്തകൾ സ്വീകരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്ന ആളുകൾ, വിദ്യാർത്ഥി ചെയ്യുന്ന ആളുകൾ ഒരുപാട്. പക്ഷെ ആ ആളുകളെല്ലാം ഈ ലോകത്ത് മാന്യനായി ജീവിച്ച്, മുഅ്മിനായി ജീവിച്ച്, പരോപകാരിയായി ജീവിച്ച്, ലോകം അംഗീകരിക്കുന്ന ഒരു മനുഷ്യനായി ജീവിച്ച്, പൂർണ്ണ മനുഷ്യനായി മരിക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹുവിന്റെ കിതാബും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ജീവിക്കലാണ് എന്ന് മനസ്സിലാക്കുകയും ഉള്ള വിദേശികളൊന്നും ഇനി പറയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് പറയാൻ സമയം താമസിച്ചു. നാളെ ജോലിക്ക് പോകാനുള്ള ആളുകളാണ് എല്ലാവരും, ഞാനല്ലാത്തവരൊക്കെ. ഇന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് പോകില്ല. അപ്പോ നീട്ടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. വേണ്ടാത്ത ആചാരങ്ങൾ പലതും നമ്മുടെ ഇടയിലുണ്ട്. പഠിച്ചോ തന്ന നല്ല സൗന്ദര്യം, ആ സൗന്ദര്യം അള്ളാഹു തആല പറഞ്ഞ പോലെ ഉപയോഗിക്കുക. അള്ളാഹു തആല തന്ന മനസ്സ്, അത് അള്ളാഹു തആല പറഞ്ഞ പോലെ ഉപയോഗിക്കുക. അള്ളാഹു തആല സ്വത്ത് അള്ളാഹു തആല പറഞ്ഞ പോലെ ഉപയോഗപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. കൃത്രിമമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, അതേപ്രകാരം തന്നെ മറ്റ് ഉപയോഗ വസ്തുക്കൾ കഴിയുന്നത്ര ഒഴിവാക്കുക. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സർവശക്തനായ അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യവാന്മാരായി ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പ്രഗത്ഭ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ, ഖുർആൻ ക്ലാസുകൾ, പരിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ കാസറ്റുകളിൽ ചിലത് ഈമാൻ 27 കാസറ്റുകൾ അടങ്ങിയ ഒരു വിശിഷ്ടോപഹാരം. യുവ പണ്ഡിതനും ഉജ്ജ്വലവാഗ്മിയുമായ മൗലവി ഹുസൈൻ സലഫിയുടെ അവതരണം. അല്ലാഹുവിനുള്ള വിശ്വാസം, പ്രവാചകരിലുള്ള വിശ്വാസം, മലക്കുകളിലും കിതാബുകളിലുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം,
എന്നിങ്ങനെ 27 കേസറ്റുകളിലായി രചന ഓഡിയോയിൽ ഒരു ബൃഹത് ഗ്രന്ഥം പോലെ പഠിക്കുവാൻ സൂക്ഷിച്ചു വയ്ക്കാൻ പ്രിയപ്പെട്ടവർക്ക് ഉപഹാരമായി നൽകാൻ, കൂടാതെ ഖുർആൻ പാരായണ കാസറ്റുകൾ, മറ്റു പ്രഗത്ഭ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ എന്നിവ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. രചന കാസറ്റ് ദോഹ. സൂറത്തു സജദ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വലൗ തറാ ഇദൽ മുജ്രിമൂൻ, കുറ്റവാളികൾ പടച്ചതമ്പുരാന്റെ മുമ്പിൽ തലയും താഴ്ത്തി നിൽക്കുന്ന രംഗം. സത്യമല്ലടോ, ഇതൊക്കെ ശരിയാണെന്ന് ഇപ്പൊ ബോധ്യമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ നാഥ, അബ്സർന, ഞങ്ങൾ കണ്ടു, വസമിഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടതും കേട്ടതുമൊക്കെ ശരിയാണെന്ന് ഇപ്പോഴിതാ അംഗീകരിക്കുന്നു. റബ്ബേ, ഇനി ഞങ്ങൾക്കൊരു ചാൻസ് കൂടെ തരണം. ഫർജഅന, നീ ഞങ്ങളെ മടക്കിത്തരണം തമ്പുരാനെ ദുനിയാവിലേക്ക്. ഒരല്പകാലത്തേക്ക് കൂടി നീ ഞങ്ങളെ മടക്കി തന്നാൽ നഅമൽ സാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊള്ളാം റബ്ബേ. ഇന്നാ മൂഖിനു, ഞങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ദൃഢമായും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവനെ ഒരു ചാൻസ് കൂടെ തരണം, ഞങ്ങൾ മുസ്ലിങ്ങളായിക്കൊള്ളാം. ഇതാണ് പടച്ചവന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ചോദ്യം ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ പ്രയാസങ്ങൾ കാണുമ്പോഴേക്ക് നിഷേധികൾക്കും കുറ്റവാളികൾക്കുമുള്ള പറയാനുള്ള ഒന്നാമത്തെ അപേക്ഷതാണ് അല്ലാഹുവിലുള്ള വിശ്വാസം, പ്രവാചകരിലുള്ള വിശ്വാസം, മലക്കുകളിലും കിതാബുകളിലുമുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം എന്നിങ്ങനെ 27 കേസറ്റുകളിലായി